ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു മാക്സിഡോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ അവസാനഘട്ട റിവിഷൻ ക്ലാസ്സിലേക്കാണ്. സോഷ്യൽ സയൻസ് 1 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതിലെ വിശദീകരണം, അതൊക്കെയാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക, ചെറിയ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് എഴുതുക, ഒപ്പം തന്നെ പഠിച്ചു പോകുക. ഇനി നിങ്ങൾക്ക് ഈ ഭാഗം നോക്കാൻ ഇനി നോക്കാതിരിക്കാൻ ഇപ്പൊ തന്നെ പഠിച്ചിട്ട് പോവുക. ഫൈനലായിട്ട് റിവിഷൻ പോയിന്റുകളൊക്കെ സെറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. ഓക്കെ, നമ്മൾ ഇന്ന് ആദ്യം പഠിക്കുന്നത് നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് എന്നാണ്. അതായത് മലയാളത്തില് നിസ്സഹകരണ പ്രസ്ഥാനം. നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു പാഠാണ് നമ്മളെ ഗാന്ധിയൻ കാലഘട്ടത്തിൽ, ആ ഇൻഡിപെൻഡന്റ് കാലഘട്ടം. ഏറ്റവും 6 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു പാഠഭാഗമാണ് ആ ഭാഗം. അതിൽ ഏറ്റവും എസ്സേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഈ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഗാന്ധിജി ആദ്യമായിട്ട് നടത്തിയത് ഏർലി സ്ട്രഗിൾസ് ആണ്. പഴയ കാലഘട്ടത്തിൽ ആദ്യം അദ്ദേഹം ലോക്കലായിട്ടുള്ള ചമ്പാരൻ, കേദ, അത്തരത്തിലുള്ള സത്യാഗ്രഹങ്ങൾ അദ്ദേഹം നടത്തി. ഇനി ഒരു നാഷണൽ വൈസ് ലീഡറിലേക്ക് ഗാന്ധിജി നടക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴിൽ ഗാന്ധിജി ഒരു നാഷണൽ ലീഡറായി മാറുന്നത് നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് അഥവാ നിസ്സഹകരണ പ്രസ്ഥാനത്തിലാണ്. അദ്ദേഹം അതിൽ ഇന്ത്യയിൽ വ്യാപകമായിട്ട് നിസ്സഹകരണം, ഒന്നിനും സഹകരിക്കാതിരിക്കുക, അതിന് ഗാന്ധിജി കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, അങ്ങനെ കുറച്ച് പ്രോഗ്രാമുകൾ ഗാന്ധിജി നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, എങ്ങനെയാണ് പീപ്പിൾസ് അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെയാണ് അതിൽ ഇടപെട്ടത് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത് വുമൺ, വലിയ ശക്തിയായിട്ട് സ്ത്രീ ജനങ്ങൾ എങ്ങനെയാണ്. വുമൺ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ മൂവ്മെന്റ് ബൈ ബോയ്ക്കോട്ടിംഗ് ഫോറിൻ ഗുഡ്സ്. വിദേശ വസ്ത്രങ്ങൾ അല്ലെ വിദേശ വസ്തുക്കൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് സ്ത്രീകൾ അതിൽ പങ്കെടുക്കുന്നത്. ആൻഡ് കളക്ടിങ് ആൻഡ് ബേണിംഗ് ഫോറിൻ ക്ലോത്ത്സ്, അതായത് വിദേശ വസ്ത്രങ്ങൾ കത്തിക്കുകയും ചെയ്തു. ആര്? വുമൻസ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ്. വർക്കേഴ്സ്, ഈ വർക്കേഴ്സ് തൊഴിലാളികൾ എങ്ങനെയാണ്? വർക്കേഴ്സ് ഇൻ ബക്കിംഗ്ഹാം കർണാട്ടിക് മിൽസ് ഇൻ മദ്രാസ്, പ്ലാന്റേഷൻ ലേബേഴ്സ് ഇൻ ആസാം ആൻഡ് വർക്കേഴ്സ് ഓഫ് ദ ആസാം റെയിൽവേ ആർ വെന്റ് ഓൺ സ്ട്രൈക്ക്. സ്ട്രൈക്ക് പ്രഖ്യാപിക്കാനൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അവരാരും പണിയെടുക്കാതെ ഞങ്ങള് ആ സമരത്തിന് അനുകൂലിക്കുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള വർക്കേഴ്സ് എന്ത് ചെയ്തു? സ്ട്രൈക്ക് പ്രഖ്യാപിച്ചു. മൂന്നാമത്തെ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ എന്താണ് ചെയ്തത്? തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് ബോയ്ക്കോട്ടഡ് ഗവൺമെന്റ് സ്കൂൾസ് ആൻഡ് കോളേജസ്. കുട്ടികൾ സ്കൂളൊക്കെ ബോയ്ക്കോട്ട് ചെയ്തു നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ. ആരും സ്കൂൾക്ക് പോകണില്ല. പിന്നെന്താണ്? ദ എൻറോൾ ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ദ കൺട്രോൾ ദെയർ സ്റ്റഡീസ്. അക്കാലഘട്ടത്തിൽ ഉയർന്നു വന്ന നാഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അതിലേക്ക് കുട്ടികൾ എൻറോൾ ചെയ്യപ്പെട്ടു. സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ. വളരെ പ്രധാനപ്പെട്ട കുറെ യൂണിവേഴ്സിറ്റികൾ അങ്ങനെ പണ്ട് കാലത്ത് ഇന്ത്യൻ നാഷണലിസം നാഷണലിസം പ്രൊമോട്ട് ചെയ്യപ്പെട്ട ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്ത് ചെയ്തു? അതിനെ ഇതാക്കി. അതുപോലെ തന്നെ ട്രൈബൽ പീപ്പിൾ, ഗോത്ര വിഭാഗങ്ങൾ എന്താ ചെയ്തത്? ഇൻ മൂവ്മെന്റ് ഡിഫൈനിങ് ബ്രിട്ടീഷ് ഇമ്പോസ്ഡ് ഫോറസ്റ്റ് ലോ, അവരെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ലോകൾ എന്ത് ചെയ്തു? ബോയ്ക്കോട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പെസൻസ്, ദ അവധ് കിസാൻ സഭ വാസ് ഫോംഡ് അണ്ടർ ദ, ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയി സാധ്യത. അവധ് കിസാൻ സഭ ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ ഇതാണ്. അതുപോലെ തന്നെ ബംഗാളിലെ കർഷകർ ജൂട്ട് കൾട്ടിവേഷൻ എന്ത് ചെയ്തു? ബോയ്ക്കോട്ട് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. ദേ ചൂസ് ടു ഗ്രോ റൈസ് ആൻഡ് കോട്ടൺ ഇൻസ്റ്റെഡ് ഓഫ് ജൂട്ട്. ജൂട്ടിന് പകരം, അതായത് പണ്ടുകാല ബ്രിട്ടീഷുകാര് ഫുഡ് ക്രോപ്സിന് പകരം നാണ്യവിളകൾ അല്ലെങ്കിൽ പണം കൂടുതൽ കിട്ടുന്ന ഇതിലേക്ക് ഇതായിരുന്നു. ഇവരെന്ത് ചെയ്തു? കൂടുതലായിട്ട് ചെയ്തു? റൈസ്, ഭക്ഷ്യവിഭവങ്ങൾ, അതുപോലെ തന്നെ കോട്ടൺ, അതൊക്കെ എന്ത് ചെയ്തു? ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പെസൻസ് ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് ദ മൂവ്മെന്റ് റെഫ്യൂസിംഗ് പേ ടാക്സ് ടു ഗവൺമെന്റ് ടു റെന്റ് ദെയർ ലാൻഡ് ലോഡ്സ്. അക്കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഒരുപാട് നയങ്ങൾ, തെറ്റായ നയങ്ങൾ, ഭൂവുടമകൾക്കായിരുന്നു നികുതി പിരിക്കാൻ. അവരെ ചൂഷണം ചെയ്യും. കാലാകാലം ജന്മികൾ അവരെന്ത് ചെയ്യും? പാവപ്പെട്ട കർഷകരിൽ നിന്ന് ഒരുപാട് പണം മേടിച്ചിട്ട് അവരെ ചൂഷണം ചെയ്യും. അവരെയൊക്കെ എന്ത് ചെയ്തു? അവർക്ക് നികുതി കൊടുക്കുന്നില്ല എന്ന് ആര് തീരുമാനിച്ചു? നമ്മളെ കർഷകർ തീരുമാനിച്ചു. അതുപോലെ തന്നെ ലേബേഴ്സ്,
പാർട്ടിസിപ്പേറ്റ്. അതുപോലെ തന്നെ ഒരു വട്ടം കൂടി എന്താണ് ദ ലേബർ സ്ട്രൈക്ക് മഹാരാഷ്ട്രയിലെ ഷോളാപൂരിലും അതെന്താണ് അത് വയലന്റ് ആയി, വളരെ വലിയ തോതിൽ അതെന്താണ് അക്രമാസക്തമായി. അതിൽ അവർ പങ്കെടുത്ത റെയിൽവേ പോർട്സ് ആൻഡ് മൈൻസ് പാർട്ടിസിപ്പേറ്റഡ് അറ്റ് ദ മൂവ്മെന്റ്. റെയിൽവേസിലും പോർട്ടുകളിലും മൈൻസിലും ഒക്കെ ഉള്ള തൊഴിലാളികൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇനി ദ റെഫ്യൂസ്ഡ് സെൽഫ് ഇമ്പോർട്ടഡ് ട്രേഡേഴ്സും ഇൻട്രലൈസ്ഡ് കച്ചവടക്കാരെന്താണ് ചെയ്തത്, അവരുടെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ എന്ത് ചെയ്തു, മേടിക്കാൻ വിസമ്മതിച്ചു. ഇത്രയും കാര്യങ്ങളാണ് 5 മാർക്കിന് നിസ്സഹകരണ പ്രസ്ഥാനം വന്നാലും ഇത്. നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജിയുടെ ആദ്യത്തെ നാഷണൽ മൂവ്മെന്റ് ആണ്. ഇങ്ങനെയൊക്കെയാണ് ജനങ്ങൾ ഇതാക്കിയത്. എല്ലാത്തിനോടും നിസ്സഹകരണം, ഞങ്ങൾ ഒന്നിനോടും കോപ്പറേഷൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിലെ. അടുത്തത് ഷിംല കോൺഫറൻസിന് ശേഷം ഉണ്ടായ ചില മാറ്റങ്ങൾ. ടെക്സ്റ്റ് ബുക്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിലൊന്നാണ് ക്യാബിനറ്റ് മിഷൻ. 1946 ഇതാക്കിയത്. ഇത് ക്യാബിനറ്റ് എന്ന് പറഞ്ഞാല് ബ്രിട്ടീഷുകാരിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരടങ്ങിയ ഒരു ഇതാണ് ക്യാബിനറ്റ് പദവി എന്ന് പറഞ്ഞാൽ അതൊരു ടേമാണ്. അതായത് ഗവൺമെന്റിലെ ഏറ്റവും ഉയർന്ന മന്ത്രിമാരാണ് ക്യാബിനറ്റ് മന്ത്രിമാർ എന്ന് പറയുന്നത്. അപ്പോ അവരെ ബ്രിട്ടീഷ് പാർലമെന്റിലെ 3 പ്രധാനപ്പെട്ട എന്ത് ചെയ്തു, ബ്രിട്ടീഷ് പാർലമെന്റും ഇന്ത്യയുടെ പവർ ട്രാൻസ്ഫർ അധികാരം കൈമാറാന് ബ്രിട്ടീഷുകാരെ ഒരു 3 ക്യാബിനറ്റ് മന്ത്രിമാരെ ഇന്ത്യയിലേക്ക് അയച്ചു. അതാണ് ക്യാബിനറ്റ് മിഷൻ. എന്തിനാണ്? ട്രാൻസ്ഫർ ഓഫ് പവർ, അധികാരം കൈമാറാൻ. ആരൊക്കെയാണ് അതിലുള്ളത്? സ്റ്റാഫോൾഡ് ക്രിപ്സ്, പെത്വിക് ലോറൻസ് ആൻഡ് A.V. അലക്സാണ്ടർ. ഇതൊന്ന് ഓർത്ത് വെക്കട്ടോ. ഈ 3 ആൾക്കാരുടെ പേരുകളൊന്ന് എഴുതിയാൽ നല്ല ഇംപ്രഷൻ കിട്ടും. സ്റ്റാഫോർഡ് ക്രിപ്സ്, പെത്വിക് ലോറൻസ്, A.V. അലക്സാണ്ടർ. ക്രിപ്സ് മിഷൻ എന്നൊക്കെ കേട്ടിട്ടില്ല, അതിലെ ആളാണ് ക്രിപ്സ്. ഇവർ മന്ത്രിമാരായിരുന്നു. ദ കീ പ്രപ്പോസൽ ഇൻക്ലൂഡ് ദ ഫോർമേഷൻ ആൻഡ് ഇന്ററിംഗ് ഗവൺമെന്റ് അൺടിൽ ദ ട്രാൻസ്ഫർ. ഒരു താൽക്കാലിക ഗവൺമെന്റ് എന്നാണ് അതിന്റെ മലയാളം. ഇന്ററിംഗ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാല് താൽക്കാലിക ഗവൺമെന്റ്. ഈ താൽക്കാലിക ഗവൺമെന്റ് ഇതാക്കുക എന്നുള്ളതും അതുപോലെ തന്നെ എക്സ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി രൂപീകരിക്കുക എന്നുള്ളതാണ് അതിൽ പറയുന്ന പ്രധാനപ്പെട്ടത്. അതായത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉണ്ടാക്കാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടാക്കുക എന്നുള്ളതാണ് ക്യാബിനറ്റ് മിഷന്റെ. ഓക്കെ. ഇനി അടുത്തത് മൗണ്ട് ബാറ്റൻ പ്ലാൻ 1900. ഇതിനെ വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിനെ ജൂൺ 3 പദ്ധതി എന്നാണ്. കണ്ടോ, ആ ഡേറ്റ് നിങ്ങൾക്ക് അറിയില്ല, ജൂൺ 3 പദ്ധതി. അപ്പൊ ഈ ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയാണ്, ബ്രിട്ടീഷ് വൈസ്രോയാണ് ആര്? ലോർഡ് മൗണ്ട് ബാറ്റൻ. അദ്ദേഹം പുറപ്പെടുവിച്ച ഒരു നിയമമാണ് ഇന്ത്യയെ 2ആയിട്ട് വിഭജിക്കുക, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അതാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ. മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്താണ്? ഇന്ത്യയെ 2ആയി വിഭജിക്കാം. അതാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ. ഇനി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടോ ആഗസ്റ്റ് 15, 1947 ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയി എന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗീകരിച്ചു. അതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഷിംല കോൺഫറൻസിന് ശേഷം ഉണ്ടായ 3 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ചോദിക്കും. ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇനി അടുത്തത് ഗാന്ധിജിയുടെ ആദ്യകാല സഭകൾ. 3 തരത്തിലുള്ള ഗാന്ധിജിയുടെ സമരങ്ങളാണ്. ഒന്ന് ചമ്പാരൻ സത്യാഗ്രഹ, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, കേദ സത്യാഗ്രഹ. ഈ ചമ്പാരൻ സത്യാഗ്രഹ ഗാന്ധിജിയുടെ ആദ്യത്തെ പ്രാദേശിക സമരം. നാഷണൽ സമരം ഞാൻ പറഞ്ഞു, നിസ്സഹകരണ സമരം. പ്രാദേശികം, ലോക്കലായിട്ടുള്ള മൂവ്മെന്റ് ആണ് ഇത് ചമ്പാരൻ സത്യാഗ്രഹം. 1917 ഇതിനെ നേതൃത്വം ഇൻഡിഗോ ഫാർമേഴ്സ് ആണ്. നീലം കർഷകർ. ആരാണ് നീലം കർഷകർ? ലീഡേഴ്സ് ഹു ഇൻവൈറ്റഡ് ഗാന്ധി, രാജ്കുമാർ ശുക്ലയാണ് ഗാന്ധിജിയെ വിളിച്ചത്. അപ്പൊ കമ്മീഷൻ ഇതിനെ കുറിച്ച് നീലം കർഷകരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അതിനെ കുറിച്ച് പഠിക്കാൻ അവസാന സമരത്തിന് ശേഷം കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. ഫാർമേഴ്സ് ഇഷ്യൂസ്. അങ്ങനെ ആ നീലം കർഷകരുടെ സമരം അവസാനിക്കുകയാണ് ചെയ്തത്. ആരാണ് ഗാന്ധിജിയെ വിളിച്ചത്? രാജ്കുമാർ ശുക്ല. ഇനി അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ വർക്കേഴ്സ് ഡിമാൻഡഡ് വേജ് ഹൈക്ക്, കൂലി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ ആശയം. എന്നാൽ ഗാന്ധിജി എന്ത് ചെയ്തു? നിരാഹാരം ആരംഭിച്ചു. വേജസ് അവസാനം എന്ത് ചെയ്തു? കൂലി കൂട്ടുകയാണ് ചെയ്തത്. കേദ സത്യാഗ്രഹം 1918
ഒരു വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ ക്രോപ്പുകൾ വിളകൾ എന്ത് ചെയ്തു, നശിപ്പിക്കപ്പെട്ടു. ഫാർമേഴ്സ് അണേബിൾ ടു പേ ടാക്സ്, ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഫാർമേഴ്സ് കർഷകർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, നികുതി അടക്കാൻ പറ്റിയില്ല. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടാക്സ് റെമിഷൻ, അതായത് നികുതി ഒഴിവാക്കുക. ഗവൺമെന്റ് അഗ്രീഡ് ആൻഡ് ഗവൺമെന്റ് എന്ത് ചെയ്തു, നികുതി ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പൊ ഗാന്ധിജി ഇങ്ങനെയാണ് ഒരു നാഷണൽ ലീഡറിലേക്ക് ആയിക്കോട്ടെ. മൂന്നും അതൊരു ടേബിൾ രൂപത്തിൽ തന്നെ നിങ്ങൾ പഠിക്കുക. അപ്പൊ രണ്ടിന്റെ ചമ്പാരൻ എന്ന C17 എന്താണ്, C17. അഹമ്മദാബാദ് എത്രയാണ്, 18. അപ്പൊ എന്താണ്, കേദ എന്ന എത്രയാണ്, 18. അപ്പൊ ഇതൊന്ന് ഓർത്തു വെക്കുക, കോഡ് രൂപത്തിൽ പഠിക്കുക. ചമ്പാരൻ 1917, അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് എന്ന അതും 1918, കേരള. ഈ വർഷങ്ങളൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ഇറ്റ്സ് ആന്റി ക്ലൈമാക്സ്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് ആണ് എന്ത്, 1942 ഓഗസ്റ്റ് 8 ഗാന്ധിജി എന്ത് ചെയ്തു, ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും വിച്ച് മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് ദ, അങ്ങനെയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് തുടങ്ങിയത് 1940. ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 9 ആണ് കേട്ടോ. ഓഗസ്റ്റ് 9 1942 അത് ഇതാക്കിയത് 1940. ഇത് ഓഗസ്റ്റ് 8. ദ മൂവ്മെന്റ് സ്പ്രെഡ് അക്രോസ് ദ കൺട്രി ഈവൻ ത്രൂ ദ ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് വെർ ഇംപ്രിസൺഡ്. ഗാന്ധിജിയെയും നേതാക്കന്മാരെയും എന്ത് ചെയ്തു, ജയിലിൽ അടക്കപ്പെടുകയാണ് ചെയ്തത്. ദ സ്റ്റുഡൻസ്, യൂത്ത്, വർക്കേഴ്സ് ആൻഡ് വുമൻ ഓൾ ടുക്ക് അപ്പ് ദി സ്ട്രഗിൾ ആൻഡ് ക്യാരിഡ് ഇറ്റ് ഫോർവേഡ്. എല്ലാവരും, ജനങ്ങളും വർക്കേഴ്സും യൂത്തും എല്ലാവരും അതിലേക്ക് ഇതാക്കി. പോസ്റ്റ് ഓഫീസ്, ടെലഗ്രാഫ് ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ വേർ ടാർഗറ്റ്. ആശയവിനിമയത്തിനാണ് പോസ്റ്റ് ഓഫീസുകൾ, അതൊക്കെ എന്ത് ചെയ്യപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു. ലീഡേഴ്സ് ലൈക്ക് ജയപ്രകാശ് നാരായൺ, നമ്മളെ ജയപ്രകാശ് നാരായൺ നമ്മളെ അടിയന്തര അവസ്ഥയിൽ ഉണ്ടായ മെയിൻ ലീഡർ തന്നെയാണ്. അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ ഒരു വലിയ നേതാവായിരുന്നു. റാം മനോഹർ ലോഹിയ, അരുണ ആസിഫ് അലി, സുജേന്ദ്ര കൃപലാനി എന്നിവരൊക്കെ എന്ത് ചെയ്തു, ഒളിവിൽ പോവുകയാണ് ചെയ്തത്. ദേ കമ്മ്യൂണിക്കേറ്റഡ് ഇൻ ദ റേഡിയോ സീക്രട്ട്ലി ഫ്രം, ജനങ്ങളെ എന്ത് ചെയ്തു, റേഡിയോയിലൂടെ അവരെന്ത് ചെയ്യപ്പെട്ടു, ആശയവിനിമയം നടത്തി. കേരളത്തിൽ അന്ന് പ്രധാനമായിട്ടും ഒരു ബോംബ് കേസ് അന്ന് ഇതായിരുന്നു, കിയ്യൂർ ബോംബ് കേസായിരുന്നു. ഒരു ബോംബിട്ട് പൊട്ടിക്കുന്ന, അങ്ങനെ കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കേസായിരുന്നു കിയ്യൂർ ബോംബ്. അങ്ങനെ പല സ്ഥലത്തിലും അത് വയലന്റ് ആയപ്പെട്ടു. ഗാന്ധിജിയുടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ടായിരുന്നു, ഡു ഓർ ഡൈ. എന്താണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതാണ് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ഒരു കോട്ട്. അപ്പോ ഡു ഓർ ഡൈ ആയിരുന്നു അന്ന് ഗാന്ധിജി ഇതാക്കിയത്. അപ്പൊ അതാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. വളരെ തോതിൽ 5 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എസ്എയിൽ വരാൻ സാധ്യതയുള്ളത്, അതൊന്ന് ജസ്റ്റ് ഇതാക്കുക. അടുത്തത് സൈമൺ കമ്മീഷൻ ആണ്. സൈമൺ കമ്മീഷൻ, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു കമ്മീഷൻ ഇതാക്കുകയും സർ ജോൺ സൈമൺ ആണ് അതിന് നേതൃത്വം നൽകിയത്. ഈ സൈമൺ കമ്മീഷൻ എന്തിനാണ്, ഒരു ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോം ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സൈമൺ കമ്മീഷന് ഇതാക്കിയത്. അതിലുണ്ടായിരുന്ന എല്ലാ മെമ്പേഴ്സും ഇന്ത്യക്കാരെ കുറിച്ചിട്ട് പഠിക്കാൻ വന്നിട്ട് അത് ഇന്ത്യയിൽ ആരുമില്ല, എല്ലാം ബ്രിട്ടീഷുകാർ. അതെങ്ങനെയാണ് നടക്കുക? അപ്പൊ സൈമൺ കമ്മീഷനെ ബോയ്ക്കോട്ട് ചെയ്യപ്പെടാൻ ഇന്ത്യയിലെ ലീഡേഴ്സ് തീരുമാനിച്ചു. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഒരു വലിയൊരു സ്ലോഗൻ മുഴക്കി സമരക്കാർ, സൈമൺ ഗോ ബാക്ക്, സൈമൺ ഗോ ബാക്ക്. അതാണ് സൈമൺ കമ്മീഷൻ. എന്തിനാണ് ഈ സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത്? സൈമൺ കമ്മീഷൻ ആരാണ് നേതൃത്വം നൽകിയത്? അത് പേരിൽ തന്നെ ഉണ്ട്, ജോൺ സൈമൺ, സർ ജോൺ സൈമൺ. ഈ ജോൺ സൈമൺ നേതൃത്വം നൽകുകയും അദ്ദേഹത്തിന്റെ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ജനങ്ങൾ ഇതാക്കുകയും കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി എന്താണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ നിയമലംഘന പ്രസ്ഥാനം? അത് ഉപ്പു സത്യാഗ്രഹവുമായിട്ട് മാറിയത്. അപ്പോ 1929 ലാഹോർ സെഷനിൽ തന്നെ തീരുമാനമായിരുന്നു. ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു ആണ് അതിലുണ്ടായത്. ഇന്ത്യയുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സ്വതന്ത്രം നേടുക അല്ലെങ്കിൽ എന്താണ് പൂർണ്ണ സ്വരാജാണ് എന്നുള്ളതാണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഗാന്ധിജി സമരത്തിൽ പങ്കാളിയാക്കുക എന്നതായിരുന്നു ഗാന്ധിജിയുടെ ലക്ഷ്യം. തുടർന്ന് ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് നിയമലംഘനം സമരം തുടങ്ങാൻ ഗാന്ധിജി
തീരുമാനിച്ചു. അപ്പൊ എന്താണ്, ഗാന്ധിജി എല്ലാ വിഭാഗങ്ങളെയും ഗാന്ധിജി സമരങ്ങളിലേക്ക് വിളിക്കുകയാണ് ചെയ്തത്. അങ്ങനെ എന്താണ്, തുടർന്ന് എന്താണ്, നിയമം ലംഘിക്കുക, അതാണ് ലക്ഷ്യം. സിവിൽ നിയമങ്ങൾ ലംഘിക്കുക എന്നുള്ളതാണ് ഗാന്ധിജിയുടെ ഇത്. ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ച് അന്ന് ഉപ്പിന് വരെ നികുതി ഏർപ്പെടുത്തി ബ്രിട്ടീഷുകാർ. ആ ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് എന്താണ് ഗാന്ധിജി, ഇതിനായി സബർമതി ആശ്രമത്തിൽ നിന്ന് എത്ര ആളുകളാണ് 78 ആളുകളാണ് പങ്കെടുത്തത്. എത്ര ആളുകളാണ്? 78 ആളുകൾ സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്ക് നടത്തിയ യാത്രയാണ് ഇത്. ദണ്ഡി കടപ്പുറത്തേക്ക് നടത്തിയ യാത്രയാണ് ഇത്. നമ്മളെ പണ്ടത്തെ 500 രൂപ നോട്ടില് ഈ ഒരു ദണ്ഡി യാത്ര എന്ന ചിത്രത്തിൽ പഴയ നിരോധിച്ച നോട്ടില്. അപ്പൊ യാത്രയിൽ പാതയ്ക്ക് 20 വർഷം തിങ്ങിക്കൂടുന്ന ഗാന്ധിജി ശുചിത്വ ബോധം, ഖാദി ധരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയൊക്കെ ഗാന്ധിജി ഇതാക്കി. അപ്പോ ഖാദി ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഖാദി ധരിക്കുക. അതുപോലെ തന്നെ ശുചിത്വം. ഇപ്പൊ നമ്മളെ സ്വച്ഛ് ഭാരത് ഒക്കെ ഉണ്ട്, ഗാന്ധിജിയുടെ കണ്ണടയാണ് ഇതിന്റെ ചിഹ്നം. ശുചിത്വം ബോധം ഉണ്ടാക്കുക, അതിനൊക്കെയാണ് ഗാന്ധിജി പ്രൊമോട്ട് ചെയ്യപ്പെട്ടത്. അപ്പൊ 1930 ഏപ്രിൽ 6 എന്താണ്, ദണ്ഡി കടപ്പുറത്ത് ഉപ്പ് നിർമ്മിച്ച് ഗാന്ധിജി നിയമലംഘനത്തിന് തുടക്കം. ഉപ്പ് ലഘുലേഖ തയ്യാറാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്തു. എല്ലാ നിയമങ്ങളും ലംഘിക്കുക, ഉപ്പ് നിയമം ലംഘിക്കുക എന്നുള്ളത് മോഡൽ ക്വസ്റ്റ്യൻ വന്ന സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. അതിന്റെ തുടക്കം 1929 ലാഹോർ സെഷനാണ്. ഓക്കെ, അപ്പൊ അതാണ്. ഇനി ഇതിൽ കർഷകർ എന്താണ് ചെയ്തത്? ജന്മിമാർക്ക് എന്താണ് നികുതി കൊടുക്കാതിരിക്കുക ചെയ്തത്. തൊഴിലാളികൾ എന്താണ് ചെയ്തത്? ട്രേഡേഴ്സ് വർക്കേഴ്സ് എന്താ ചെയ്തത്? റെയിൽവേ, തുറമുഖം, പോർട്സ് എന്നിവയിലെ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു. ഗോത്ര എന്താ വന നിയമങ്ങൾ ലംഘിച്ചു. സ്ത്രീകൾ എന്താ ചെയ്തത്? ഉപ്പ് നിർമ്മാണം, വിദേശ വസ്തുക്കൾ എന്നിവയൊക്കെ എന്ത് ചെയ്തു? സമര പരിപാടികളിൽ പിക്കറ്റ് ചെയ്യൽ എന്നിവ തുടങ്ങിയ സമര പരിപാടികൾ ചെയ്ത്. കച്ചവടക്കാരെന്താ ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്. അതുപോലെ തന്നെ അർത്ഥത്തെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവർ ഇതേപോലെ നിഷേധിക്കുകയാണ് ചെയ്തത്. നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് കുറച്ച് സാമ്യങ്ങളുണ്ട്. ഓക്കെ, ഇനി പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, നമ്മളെ അടുത്ത ചാപ്റ്ററിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് പാർട്ടീഷൻ, വിഭജനം എന്ന് പറയുന്നത്? വിഭജനം ജൂൺ 3 അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൺ പ്ലാൻ പ്രകാരം ഇന്ത്യയെ വിഭജിക്കാനാണ് തീരുമാനിച്ചത്. ഇന്ത്യയെ വിഭജിക്കാനാണ്. അപ്പോ ഇന്ത്യ, പാകിസ്ഥാന്, അപ്പോ ഇന്ത്യന്റെ മാപ്പില് ഇത് സൗത്ത് ഇന്ത്യ, ഇതിൽ കൂടെ ഇങ്ങനെ പോയാൽ ഇത് ഗുജറാത്ത് ഇങ്ങനെ പോയ ഈ ഭാഗം മൊത്തത്തിൽ എന്താണ്, ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചു. ഇന്ത്യ വെസ്റ്റ് പാകിസ്ഥാന് മുറിച്ചു. ഇവിടെ ബംഗാളിന്റെ ഇന്നത്തെ ബംഗ്ലാദേശ്, ഈ 2 രാജ്യങ്ങൾ എന്ത് ചെയ്യപ്പെട്ടു? പാകിസ്ഥാനാണെന്നും ബാക്കി കാശ്മീർ അടക്കമുള്ള പ്രദേശങ്ങൾ ഇന്ത്യയിലേക്ക് ഉൾപ്പെടുത്തും. ഇതാണ്. അപ്പൊ ഇതിന്റെ ഒരു പൊട്ടത്തരം നിങ്ങൾക്ക് മനസ്സിലാവും. ഇവരെ കമ്മ്യൂണലായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്. മുസ്ലിങ്ങൾ ഭൂരിഭാഗമുള്ള പ്രദേശത്തെ പാകിസ്ഥാനെ, ഹിന്ദുക്കൾക്ക് ഭൂരിഭാഗമുള്ള പ്രദേശത്തെ ഇന്ത്യയുമായിട്ടാണ് തിരിച്ചത്. അപ്പൊ ഇത് നോക്കുക, ഇവിടെ നോക്കി 2 ഒരേ രാജ്യം, പക്ഷെ ജോഗ്രഫിക്കലി സെപ്പറേറ്റ് ആണ്. ഇപ്പൊ ഇന്നത്തെ ബംഗ്ലാദേശ് അതെന്താണ്, വിഭജിച്ചു പോയത്. എന്താണ്, വിഭജിച്ചു പോയി. അത് പിന്നെ പാകിസ്ഥാനിന് പിന്നെയും പിൻവലിച്ചു പോയി. അങ്ങനെ ഇതുണ്ടാക്കിയ ഈ പൊട്ടത്തരം കാട്ടിയ ആളാണ് സിറിൽ റാഡ്ക്ലിഫ്. അയാൾ ഇന്ത്യയെ വന്നുകാണ്ട് ഇങ്ങനെ മുറിച്ചു. ഇന്ത്യയെ ജോഗ്രഫിക്കലായിട്ട് പഠിക്കാതെ ഒക്കെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിനെ അങ്ങനെയാണ് ഇന്ത്യയെ വിഭജിച്ചത്. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഏരിയ ഇന്ത്യയിലാണ് കൂടുതൽ. പക്ഷെ എന്ത് ചെയ്തു, ബംഗാൾ, പഞ്ചാബ്, ഇവിടെ ഈ പഞ്ചാബും അതുപോലെ തന്നെ ഈ ബംഗാളും വിഭജിച്ചിട്ടാണ് ചെയ്തത്. അതില് ഒരു പഞ്ചാബ് ഇന്ത്യയിലുണ്ട്, ബാക്കിയുള്ള പഞ്ചാബ് പാകിസ്ഥാനിലേക്കാണ് പോയത്. ഈ ബംഗാളിലെ ഒരു ഈസ്റ്റ് ബംഗാൾ എന്ത് ചെയ്തു, പാകിസ്ഥാനിലേക്കും വെസ്റ്റ് ബംഗാൾ, ഇന്നത്തെ പശ്ചിമ ബംഗാൾ ഇന്ത്യയിലേക്ക് ചേരുകയാണ് ചെയ്തത്. അപ്പോ ഓർത്തു വെക്കുക, ഇന്ത്യയെ 2ആയിട്ടാണ് തിരിച്ചത്. ഒന്ന് വെസ്റ്റ് പാകിസ്ഥാൻ അല്ലെങ്കിൽ വെസ്റ്റ് രാജസ്ഥാന്റെ പഞ്ചാബിന്റെ അടുത്തുള്ള ആ ഭാഗവും, ഇപ്പുറത്ത് എന്ത് ചെയ്യപ്പെട്ടു, ബംഗാളിലെ ഒരു ബംഗാളും മുറിച്ചു വെട്ടവരാണ്. അത് നടപ്പിലാക്കിയത് ആരാണ്? സിറിൽ റാഡ്ക്ലിഫ് ആണ് ഇതാക്കിയത്. അപ്പോ ഈ ആസാമിലെ സിൽഹറ്റ് ബിക്കെയിം പാർട്ട് ഓഫ് പാകിസ്ഥാൻ ഫോളോയിങ് എ റഫറണ്ടം ഒരു അവിടുത്തെ ജനങ്ങളുമായിട്ട് ആലോചിച്ചിട്ട് ഒരു പരിശോധന നടത്തിയിട്ട് അവിടെ എന്ത് ചെയ്യപ്പെട്ടു, സിൽഹറ്റ് എന്ന് പറയുന്ന ആസാമിലെ രാജ്യം ബംഗ്ലാദേശിലേക്ക് അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് ചേർക്കുകയാണ് ചെയ്തത്. ഇനി എന്തൊക്കെയാണ് ഇന്ത്യയില്
ചലഞ്ചസ്, ഇൻഡിപെൻഡൻസിൽ ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഒന്ന്, റീഹാബിലിറ്റേഷൻ ഓഫ് റെഫ്യൂജീസ്, അഭയാർത്ഥികളുടെ പ്രവാഹം ഇതാക്കുക. അഭയാർത്ഥികൾ കുന്നുകൂടി, അഭയാർത്ഥികൾ വളരെ തോതിൽ ഇന്ത്യയിലേക്ക് കുടിയേറി താമസിക്കപ്പെട്ടു. അപ്പൊ അത് ഒഴിവാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ്, ആ അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കുക. റീഹാബിലിറ്റേഷൻ ഓഫ് റെഫ്യൂജീസ്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചാളുകൾ എന്ത് ചെയ്തു, ഇവിടുന്നുള്ള മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് കുടിയേറി, പാകിസ്ഥാനിലുള്ള ഹിന്ദു സിഖ് ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തു, ഇങ്ങോട്ട് പോന്നു. അങ്ങനെ ആ വലിയ തോതിൽ ലോകം കണ്ട ഏറ്റവും വലിയൊരു പലായനായിരുന്നു ഇത്. ഒരുപാട് ഇതന്നെ, കുറെ ആളുകൾ അനാഥരായി, സ്ത്രീകൾ ഒരുപാട് തട്ടിക്കൊണ്ടുപോയപ്പെട്ടു, കുറെ കുടുംബം അനാഥരായി, അങ്ങനെ കുറെ കുട്ടികളെ കാണാതായി, അങ്ങനെ പലതരത്തിൽ ട്രെയിനിലേക്കൊക്കെ അത് ഇതാക്കി. അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ്, നാട്ടുരാജ്യങ്ങളായിട്ടായിരുന്നു ഇന്ത്യയിൽ കൂടുതലുണ്ടായിരുന്നത്, അവരെ ഒന്ന് ഒന്നിപ്പിച്ച് ഒറ്റ രാജ്യത്തിലേക്കാക്കാം. അതുപോലെ തന്നെ ഇന്ത്യയിൽ സ്വതന്ത്രമായെങ്കിലും ഫ്രാൻസിനും പോർച്ചുഗീസുകാർക്കും കുറച്ച് കോളനികൾ ഉണ്ടായിരുന്നു, അത് മോചിപ്പിക്കുക. അതുപോലെ തന്നെ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനരുദ്ധാക്കുക. അതേപോലത്തെ ഇന്ത്യൻ എക്കോണമി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആകെ തരിപ്പണമായി കടന്നിരുന്നു. ആ തരിപ്പണമായ സമ്പദ് വ്യവസ്ഥയെ എന്ത് ചെയ്യപ്പെട്ട ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഒരു ശക്തമായിട്ടുള്ള, ഇന്ത്യയെ പരമാധികാരം സോവറിനിറ്റി ആയിട്ട് കാത്തുസൂക്ഷിക്കുന്ന ഇതിനെ എന്ത് ചെയ്യുക, ഫോറിൻ പോളിസി ഡിസൈൻ ചെയ്യുക. ഇത്തരത്തിലുള്ള വെല്ലുവിളികളാണ് ഇത് ഇന്ത്യ നേരിട്ടത്. അപ്പോ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം 565 പ്രിൻസിപ്പൽ സ്റ്റേറ്റുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയാണ്. അത് ഇന്ത്യ രാജ്യത്തിന് വളരെ പ്രശ്നമാണ്. അപ്പൊ ഇത് ഒരേ രാജ്യം പല രാജ്യങ്ങളായിട്ട് ഇന്ത്യയിലായാലും, ഇപ്പൊ പാകിസ്ഥാൻ തന്നെ വിഭജിച്ചിട്ട് ഇന്ത്യക്ക് ഒരുപാട് വെല്ലുവിളി. അങ്ങനെ 565 രാജ്യങ്ങൾ ഇന്ത്യയിൽ അങ്ങോട്ട് ആയാലും വലിയ പ്രശ്നമാണ് അല്ലെ. അപ്പോ അതിന് നേതൃത്വം, അത് പരിഹരിക്കാൻ ഇന്ത്യയിൽ ഇതാക്കിയത് നമ്മളെ ഉരുക്ക് മനുഷ്യനായിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യനാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. നമ്മളെ VP മേനോൻ, അദ്ദേഹം ഒരു മലയാളിയാണ്. അദ്ദേഹം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, സെക്രട്ടറി ആയിരുന്നു. അവര് തമ്മിൽ ആലോചിച്ചിട്ട് ഒരു പുതിയ നയം കൊണ്ടുവന്നു. അതാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ. അതിനെ മലയാളത്തില് ലയനക്കരാർ എന്താണ് അറിയപ്പെടുന്നത്? ലയനക്കരാർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ലയനക്കരാർ. അപ്പോ അങ്ങനെ ഇവരെന്ത് ചെയ്യപ്പെട്ടു? ഇന്ത്യയിൽ എന്ത് ചെയ്യപ്പെട്ടു? പല സൈനിക നീക്കങ്ങളിലൂടെ ഹൈദരാബാദ്, ജുനഗഡ്, ട്രാവൻകൂർ, മണിപ്പൂർ, കാശ്മീർ ഇത്തരത്തിലുള്ള രാജ്യങ്ങളെയൊക്കെ എന്ത് ചെയ്യപ്പെട്ടു? സൈനിക നീക്കങ്ങളിലൂടെ ചില രാജ്യങ്ങൾ എന്ത് ചെയ്യപ്പെട്ടു? സ്വമേധയാ ഇതാക്കുകയും, പക്ഷെ ഒരു 5 എണ്ണം സൈനിക നീക്കത്തിലൂടെയൊക്കെയാണ് കീഴടക്കപ്പെട്ടത്. അപ്പോ ഇവരെ ഇതാക്കിയവർക്ക് എന്ത് ചെയ്യപ്പെട്ടു? പ്രിവി പേഴ്സ് കൊടുത്തു. ഈ ഗവൺമെന്റ് ഒരു ഗ്രാൻഡ് ആയിട്ട് എന്ത് ചെയ്യപ്പെട്ടു? പ്രിവി പേഴ്സ് അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് കൊടുക്കുന്ന രൂപത്തിൽ ഒരു പ്രിവി പേഴ്സ് കൊടുക്കുകയും ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ ഇന്ത്യയിൽ എന്ത് ചെയ്യപ്പെട്ടു? ഒറ്റ രാജ്യമായിട്ട് ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റിനൊക്കെ ഇതാക്കി. ഇനി എന്താണ് ഭാഷാ സമരത്തിലുള്ള പ്രശ്നം? 1920 ബോംബെ അല്ലെങ്കിൽ നാഗ്പൂർ സെഷനിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? ഇന്ത്യയിലെ സ്റ്റേറ്റുകളെ റീഓർഗനൈസ് ചെയ്യപ്പെടണം എന്നുള്ളത്. അങ്ങനെ പക്ഷേ എന്ത് ചെയ്യപ്പെട്ടില്ല. അത് പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് അതിന് തുടങ്ങിയത്. അപ്പൊ 1948 ലിംഗ്വിസ്റ്റിക് പ്രൊവിഷൻ കമ്മീഷനെ SK ദാറിന്റെ നേതൃത്വത്തിൽ ഒന്ന് പഠിക്കാൻ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. 1940 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് JVP കമ്മിറ്റി, ഈ JVP കമ്മിറ്റിയിൽ നെഹ്റു ഉണ്ട്, പട്ടേൽ ഉണ്ട്, പട്ടാഭി സീതാരാമയ്യ എന്ന് പറയുന്ന ആളുകളൊക്കെയാണ് ഇതാക്കിയത്. ആൻഡ് സബ്മിറ്റ് എ റിപ്പോർട്ട് ഓൺ സ്ട്രോങ് ഡിമാൻഡ് ഫോർ, ഇവരൊരു റിപ്പോർട്ട് സമർപ്പിച്ചു. എന്താണ്? ഒരു ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത്. അപ്പോ പക്ഷെ കുറെ കഴിഞ്ഞിട്ട് ഇതിന് ഇതാക്കാതെ നിന്നപ്പോ പൊട്ടി ശ്രീരാമലു എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്യപ്പെട്ടു? സമരം നടത്തി. 1952 ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ആന്ധ്ര എന്ന് പറയുന്ന തെലുങ്കു സ്പീക്കിംഗ് ആളുകൾക്ക് ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ് ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് നിരാഹാര സമരം ആരംഭിച്ചു. നിരാഹാര സമരം ആരംഭിച്ചപ്പോ തന്നെ പക്ഷെ എന്ത് ചെയ്യപ്പെട്ടു? വലിയ തോതിൽ അത് ആ സമരം ഇതാക്കുകയും അദ്ദേഹം പട്ടിണി കിടന്ന് മരിക്കുകയും ചെയ്തു. അതോട് കൂടിയിട്ട്
വലിയ തോതിലുള്ള സമരം ഇന്ത്യയിൽ ഇതാക്കപ്പെട്ടു. 1953 ഒക്ടോബർ 1 ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ ഗവൺമെന്റ് എന്ത് ചെയ്യപ്പെട്ടു? ആന്ധ്രാപ്രദേശ് സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ 1953 ഗവൺമെന്റ് ഒരു ഫസൽ അലി കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ രൂപീകരിക്കുക. അതിലുണ്ടായിരുന്ന സർദാർ KM പണിക്കരും HN കുൻസ്രു എന്ന് പറയുന്ന 3 ആൾക്കാർ. അതൊരു ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ആരൊക്കെയാണ് എന്നുള്ളത്. അപ്പോ ഈ ബേസ്ഡ് ഓൺ ദ റീഓർഗനൈസേഷൻ ബിൽ പാസ്ഡ് ബൈ ദ പാർലമെന്റ്, സർദാർ KM പണിക്കർ ഇൻ 1956 40 ലിംഗ്വിസ്റ്റ് 1956 നവംബർ 1 ഇന്ത്യയിൽ എന്താണ് ഈ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ കേരള രൂപ. ഇനി എന്താണ് സ്ട്രെങ്തൻ ദ ഇന്ത്യൻ എക്കോണമി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? ഞാൻ പറഞ്ഞു, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വലിയ തോതിൽ എന്ത് ചെയ്യപ്പെട്ടു? ലൂട്ട് ചെയ്യപ്പെട്ടു, ഡ്രെയിൻ തിയറി ഒന്നുമില്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. ആ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒന്ന് ഉത്തേജിപ്പിക്കണം, അല്ലെങ്കിൽ അതൊന്ന് മുന്നോട്ട് കൊണ്ടുവരണം. അപ്പോൾ ആ നെഹ്റു ടുക്ക് ദ ഇനീഷ്യേറ്റീവ് പ്ലാനിങ് കമ്മിറ്റി, നെഹ്റുവിയൻ എക്കണോമിക്സിനെ അദ്ദേഹം എന്ത് ചെയ്യപ്പെട്ടു? പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. ആദ്യം അദ്ദേഹം ചെയ്തത്, ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത് മിക്സഡ് എക്കോണമി, ക്യാപിറ്റൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ എല്ലാം വളരെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സഡ് എക്കോണമിയാണ് ഇന്ത്യ ഇതാക്കിയത്. അപ്പോൾ ടു ഓവർകം ഫുഡ് സ്കേസിറ്റി ആൻഡ് പോവർട്ടി, ഇന്ത്യ ഒരു 5 ഇയർ പ്ലാൻ, 5 വർഷ പദ്ധതി, 5 വർഷം എന്തൊക്കെ ചെയ്യണം എന്നുള്ള 5 ഇയർ പ്ലാന് കൊണ്ടുവന്നു. എന്തിന്? ആദ്യത്തെ 5 ഇയർ പ്ലാൻ തന്നെ അഗ്രികൾച്ചറിനാണ് ഇതാക്കിയത്. അഗ്രികൾച്ചറിന് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള തരത്തിൽ വിവിധ ഇനങ്ങളിൽ ഇന്ത്യയിൽ സ്വയം പര്യാപ്തത, ഭക്ഷണം ഇതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അതിന് കൊണ്ടുവന്നത്. എന്താണ്? ഇറിഗേഷൻ ഫെസിലിറ്റീസ്, പവർ ജനറേഷൻ, അതൊക്കെ എന്ത് ചെയ്യപ്പെട്ടു? ഇന്ത്യയിൽ കൊണ്ടുവന്നു. ശക്തമായിട്ടുള്ള ഇതിന് ഡാമുകൾ സ്ഥാപിച്ചു. കുറെ വെള്ളം കെട്ടി നിർത്തി ഇറിഗേഷൻ, വെള്ളം വേണമല്ലോ അല്ലെ. അപ്പോൾ അതിന് ഇതാക്കിയതാണ് ബക്രാനങ്കൽ, ദാമോദർ വാലി, ഹിറാഗുഡ്, മഹാനദി. നെഹ്റു തന്നെ പറഞ്ഞിട്ട് ഇന്ത്യന്റെ ആധുനിക ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ഡാമുകളാണെന്നാണ് പറഞ്ഞത്. കാരണം വെള്ളം അത്യാവശ്യമാണ് അല്ലെ കൃഷി ഇതാക്കാൻ. ആ സ്വയം പര്യാപ്തതക്കാണ് ഇത്തരത്തിലുള്ള ഡാമുകളൊക്കെ സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ഇത് അൺഎംപ്ലോയ്മെന്റിനെയും ഇതൊക്കെ ഇതാക്കി. അങ്ങനെ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി വ്യവസായ മേഖലകൾക്കാണ് നേതൃത്വം നൽകിയത്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനാണ്. ഇന്ത്യ എയിംഡ് ടു അച്ചീവ് നാഷണൽ പ്രോഗ്രസ് ബൈ സ്ട്രെങ്തനിങ് ദ പബ്ലിക് സെക്ടർ ത്രൂ 5 ഇയർ പ്ലാൻസ്. ഇന്ത്യയിലെ പൊതുമേഖല ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ ഉയർന്ന പ്രതിഫലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ പഞ്ചവത്സര പദ്ധതിയുടെ അതിന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ ഇരുമ്പ് ഉരുക്ക് അല്ലെങ്കിൽ അയൺ ആൻഡ് സ്റ്റീൽ, ഇരുമ്പ് സ്റ്റീല് പദ്ധതികൾ, ഫാക്ടറികൾ സ്ഥാപിച്ചു വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതർ കൺട്രീസ്. സബ്സിഡി പ്ലാൻ ഫോക്കസ്ഡ് പോവർട്ടി അലിവേഷൻ, ഫുഡ് എഫിഷ്യൻസി ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് എനർജി ജനറേഷൻ. അപ്പോൾ ഇന്ത്യയിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം, പോവർട്ടി ദാരിദ്ര്യം നീക്കം ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതാക്കിയത്. അപ്പോൾ പിന്നെ ഇന്ത്യയിലെ ഭൂ ഉടമകൾ, അഗ്രികൾച്ചർ, ബാങ്കിങ് എന്നീ മേഖലകളിലൊക്കെ ഇന്ത്യയിൽ ഇതാക്കി. അപ്പോൾ ലാൻഡ് റിഫോംസ്, ഇന്ത്യയിലെ ഭൂരിഭാഗം ലാൻഡുകളും ഭൂവുടമകളുടെ കയ്യിലാണ്. അപ്പോൾ അത് ഒഴിവാക്കിങ്ങാണ്ട് ഭൂപരിഷ്കരണ നിയമം കേരളത്തിലും വെസ്റ്റ് ബംഗാളിലൊക്കെയാണ് അത് കൂടുതലായിട്ട് എഫിഷ്യന്റ് ആയിട്ട് നടന്നപ്പെട്ടത്. ജന്മികളിൽ നിന്ന് ഭൂമി എടുത്ത് സാധാരണക്കാർക്ക് അത് വിതരണം ചെയ്യപ്പെട്ടു. അങ്ങനെ അതുപോലെ തന്നെ അഗ്രികൾച്ചറിന് ഗ്രീൻ റവല്യൂഷൻ കൊണ്ടുവന്നു. ബാങ്കുകൾ, പണമിടപാടിന് ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു, നാഷണലൈസ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇന്ത്യൻ എക്കണോമിയിൽ ഇതാക്കി. അങ്ങനെ ഇന്ത്യയെ ഒരു ലൂട്ട് ചെയ്യപ്പെട്ട ആ സമ്പദ് വ്യവസ്ഥ, ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഒപ്പം ഇതായ രാജ്യമാണ്, ഒപ്പം സ്വതന്ത്രമായ രാജ്യമാണ്. പക്ഷെ ഇന്നും ഇന്ത്യൻ എക്കോണമി ഇത്ര സ്റ്റേബിളായി നിൽക്കാൻ കാരണം നെഹ്റുവിന്റെ ആദ്യ കാലഘട്ടത്തിലേക്ക്. ഇത് പരീക്ഷയ്ക്ക് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അതൊന്ന് നല്ലോണം ഒന്ന് വായിച്ചു പോകണം കേട്ടോ ആ ഏരിയ. ഇനി ഏതൊക്കെയാണ് നമ്മൾ അയൺ ആൻഡ് സ്റ്റീൽ റൂർക്കലയിൽ, അത് എവിടെയാണ്? റൂർക്കലയില് അത് ഒഡീഷയിലാണ്, ജർമ്മനിയുടെ സഹായത്തിലാണ്. ബീലൈ ആണെങ്കിലോ അത് നമ്മളെ സോവിയറ്റ് യൂണിയൻ ഛത്തീസ്ഗഡിലാണ്. ദുർഗാപൂർ ആണെങ്കിലോ വെസ്റ്റ് ബംഗാൾ, യുണൈറ്റഡ് കിങ്ഡം. പൊക്കാറോ എന്താണ് നമ്മളെ സോവിയറ്റ് യൂണിയന്റെ ഇതിലാണ്. അപ്പോൾ സോവിയറ്റ് യൂണിയന്റെ കീഴിൽ ഏതൊക്കെയാണ്? ബിലൈ, ബൊക്കാറോ, ഏതൊക്കെയാണ്? ബിലൈ, ബൊക്കാറോ. ഒന്ന് എവിടെയാണ്? ഛത്തീസ്ഗഡിലും ഒന്ന് ജാർഖണ്ഡിലും, അടുത്തടുത്തുള്ള ഇതിലാണ് ജാർഖണ്ഡ്. അപ്പോ പിന്നെ ഉള്ളത് ദുർഗാപൂർ, റൂർക്കല. ഇതൊന്ന് മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ വരാൻ സാധ്യതയുണ്ട്, അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി എന്താണ് ഗ്രീൻ റവല്യൂഷൻ? ഹരിത വിപ്ലവമാണ് റവല്യൂഷൻ മീൻസ് സഡൻ ചേഞ്ച്. ഇന്ത്യയുടെ പെട്ടെന്നുള്ള മാറ്റം.
റവല്യൂഷനിലൂടെ എന്താണ് ഇന്ത്യയിലെ മേഖല അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭക്ഷ്യ സ്വയം പര്യാപ്തത വളർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഫുഡ് പ്രൊഡക്ഷനിൽ ഇതാക്കുന്നത്. അപ്പോൾ ഈ റവല്യൂഷൻ 1960-ലാണ് ഇന്ത്യയിൽ ഭക്ഷണം കൃഷി എന്താണ് ഭക്ഷ്യ സ്വയം പര്യാപ്തതയാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. അപ്പോ ദ ഗ്രീൻ റവല്യൂഷൻ ബിഗാൻ വിത്ത് ദ അഗ്രികൾച്ചർ സെക്ടർ അച്ചീവിങ് ഫുഡ് പ്രൊഡക്ഷൻ. പിന്നെ ഇതിൽ ഇതാക്കിയത് ഇവിടെ തന്നെ ശ്രദ്ധിക്കട്ടോ, എന്തൊക്കെയാണ് ഇതിലുണ്ടായിരുന്നത്? ഹൈ വെറൈറ്റി, നല്ല പ്രൊഡക്ഷൻ കിട്ടുന്ന സീഡ്സ്, ഹൈ വെറൈറ്റി സീഡ്സ് ഉപയോഗിച്ചു. നല്ല ഇറിഗേഷൻ ഫെസിലിറ്റി, നമ്മളെ ബക്രാനങ്കലും ഹിറാഗുഡ് പോലുള്ള ഡാമുകളിലൂടെ നമുക്ക് ഇറിഗേഷൻ ഫെസിലിറ്റി ഉണ്ടാക്കി. കെമിക്കൽ വെസ്റ്റലൈസ് ആൻഡ് മോഡേൺ മെഷീനറി ആർ നോൺ ആസ് ഗ്രീൻ റവല്യൂഷൻ. നല്ല മെഷീൻസ്, നല്ല പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതാക്കി. അപ്പോൾ 1960 വരെ ഒന്നാം ഘട്ടവും 1970 മുതൽ 80 വരെ രണ്ടാം ഘട്ടവും ഉണ്ടായിരുന്നു. MS സ്വാമിനാഥനാണ് എന്ത് വൈറ്റ് റവല്യൂഷൻ വേറെയാണ്, അത് ധവള വിപ്ലവമാണ് കേട്ടോ. ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ വർഗീസ് കുര്യൻ, അദ്ദേഹം ഒരു മലയാളിയാണ്. വർഗീസ് കുര്യൻ. പിന്നെ നമ്മളെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഏതാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. അത് എപ്പെടുത്താൻ മരുന്നിത് ബയോ ഹാപ്പിനെസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ MS സ്വാമിനാഥന്റെ നേതൃത്വത്തിലാണ് എന്ത് ഹരിത വിപ്ലവം. അദ്ദേഹമാണ് ഹരിത വിപ്ലവത്തിന്റെ. എന്താണ് ഗ്രീൻ റവല്യൂഷന്റെ? ഹൈ വെറൈറ്റീസ് ഓഫ് സീഡ്സ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, കെമിക്കൽ ഫെർട്ടിലൈസർ, മോഡേൺ മെഷീനറി, ഇതൊക്കെ ഇതോട് കൂടിയിട്ട് ഇന്ത്യയിലെ അഗ്രികൾച്ചർ പ്രൊഡക്ഷന് സ്വയം പര്യാപ്തതായപ്പെട്ടു. അതാണ് ഗ്രീൻ റവല്യൂഷൻ. ഇനി വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയ കമ്മീഷൻ, വൺ വേർഡ് ചോദിക്കാൻ സാധ്യതയുണ്ട്. രാധാകൃഷ്ണ കമ്മീഷനെ UGC കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത്, അതായത് യൂണിവേഴ്സിറ്റികൾ ഹയർ എഡ്യൂക്കേഷന്റെ കമ്മീഷൻ. ലക്ഷ്മണ സ്വാമി മുതലിയാർ കമ്മീഷൻ, അതായത് മുതലിയാർ കമ്മീഷൻ എന്നാണ് പറയുക. സെക്കൻഡറി എഡ്യൂക്കേഷൻ, അതായത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോത്താരി കമ്മീഷനാണ് നാഷണൽ പാറ്റേൺ, ഇന്ത്യയിൽ എങ്ങനെയാകണം പാറ്റേൺ, ഇന്ത്യയുടെ വിദ്യാഭ്യാസ രീതി എങ്ങനെ ഉണ്ടാകണം എന്നുള്ളതാണ്. വർഷം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി NEP 1986-ലാണ് പ്രൈമറി എഡ്യൂക്കേഷൻ അടിസ്ഥാനപരമായിട്ട് രാജീവ് ഗാന്ധി ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രൈമറി എഡ്യൂക്കേഷൻ, അടിസ്ഥാന അല്ലെങ്കിൽ LP വിദ്യാഭ്യാസം, ലോവർ പ്രൈമറി, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, VHC ഒക്കെ കൊണ്ടുവന്നത് ഈ കമ്മീഷനിലാണ്. ഇപ്പൊ നമ്മൾ ഇതാക്കുന്ന NEP, നാഷണൽ എക്കണോമിക് എഡ്യൂക്കേഷൻ പോളിസി 2020-ലാണ്. കസ്തൂരി രംഗൻ കമ്മീഷൻ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അതൊന്നും ഇപ്പോൾ ഇല്ല. NEP 2020 അദ്ദേഹമാണ് അത് നടപ്പിലാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുറെ ചേഞ്ചസ് ഇന്നപ്പോഴാക്കുക. അപ്പൊ PM ശ്രീ പദ്ധതിയൊക്കെ അങ്ങനെ ഉണ്ടായി NEP ബേസ് ചെയ്തിട്ടുള്ള പദ്ധതികളാണ്. അപ്പൊ അതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ഇനി വളരെ പ്രധാനപ്പെട്ട നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. എന്താണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏതൊക്കെയാണ് രണ്ട് ധ്രുവങ്ങളാക്കിയിട്ടതായി. അപ്പോൾ ഇവിടെ ഒരു റൈവൽറിയാണ്. ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് US, അമേരിക്ക, നമ്മൾ അമേരിക്കയാണ് കേട്ടോ. ഇപ്പുറത്ത് USSR ആണ്, അതായത് സോവിയറ്റ് യൂണിയൻ. ഇവര് മുതലാളിത്ത രാജ്യവും USA മുതലാളിത്ത രാജ്യവും ഇവർ തമ്മിലാണ് ബ്ലോക്ക്. ശക്തമായിട്ടുള്ള സമരം, ശീത സമരം, അങ്ങനെ കുറെ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുക. അപ്പൊ ജർമ്മനി അവരൊക്കെ പോയി, ബ്രിട്ടീഷുകാരൊക്കെ ഇംഗ്ലണ്ടൊക്കെ അടിയിൽ പോയി. പക്ഷെ ഇവര് ലോകത്തിൽ ഇതായി മാറി. അങ്ങനെ ഇരിക്കുമ്പോൾ 1947 കുറച്ച് രാജ്യങ്ങൾ ഇതാക്കി. അപ്പൊ ഇന്ത്യയിലെ പരമാധികാരം ഇതാക്കുക നെഹ്റു ആണ് അത് മുൻകൈ എടുത്തത്. അപ്പൊ നെഹ്റു പുതിയ സ്വതന്ത്രമായ രാജ്യങ്ങൾ ഈ രണ്ട് ചേരികളിലും ഇതാക്കാതെ ചേരാനായി. ആരെ ചേരിയിലും ഞങ്ങൾ കയറുന്നില്ല, ഞങ്ങൾ ഒറ്റക്ക് നിൽക്കുകയാണ്, ഞങ്ങൾ പുതിയ രാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ് എന്ന് ഉറപ്പിച്ച ആളാണ് ആര്? നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. അതിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? നമ്മളെ നെഹ്റു. ഒന്നാരാണ് നെഹ്റു. ക്വാമി നക്രൂമ ഗാനക്കാരനാണ്. കമാൽ അബ്ദുൽ നാസർ ഈജിപ്തുകാരനാണ്. നമ്മളെ അഹമ്മദ് സുക്കർണ ഇന്തോനേഷ്യക്കാരനാണ്.
ടിറ്റോ അല്ലെങ്കിൽ ജോസഫ് ബ്രൂസ് ടിറ്റോ അല്ലെങ്കിൽ മാർഷൽ ടിറ്റോ എന്നറിയപ്പെടുന്ന യുഗ്ലോസ്ലോവ്യ, ഇവർ 5 ആൾക്കാരും ഒരു പുതിയ നയം കൊണ്ടുവന്നു. അതാണ് ചേരിചേരാ നയം എന്ന് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞത് തന്നെയാണ്. അതിൽ 2 ഇതിലും നിൽക്കാതെ ഒറ്റക്ക് നിൽക്കുക. മറ്റേ ഓലപ്പം നിന്നാല് ഓല ഇതിനാണ്. അതിന് പകരം നമ്മളതായിട്ടുള്ള പരമാധികാരം നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഒറ്റക്ക് ആരെ ചേരിയിലും പെടാതെ നിൽക്കുകയാണ്. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. ഓക്കെ, 2 ഈ സോഷ്യലിസ്റ്റ് ബ്ലോക്കിലും ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിലും ഇതാകാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഇനി സ്പേസ് മേഖലയിൽ അല്ലെങ്കിൽ സ്പേസ് റിസർച്ചിൽ കൊണ്ടുവന്ന ആൾക്കാണ് ഒന്ന് ഹോമി ജെ ഭാഭ, വിക്രം സാരാഭായി ആണ് സ്പേസ് റിസർച്ചിൽ പ്രധാനമായിട്ട്. അങ്ങനെ ഇന്ത്യയിൽ ഇപ്പോൾ സ്പേസ് റിസർച്ച് സെന്ററിന്റെ പേരെന്താണ്? ISR. അത് 1969 രൂപീകരിച്ചു. അതുപോലെ തന്നെ ശ്രീഹരിക്കോട്ടയിൽ ഒരു സ്പേസ് സെന്റർ ഇതാക്കി. അതുപോലെ തന്നെ റിമോട്ട് സെൻസിങ് സെന്റർ ഹൈദരാബാദിൽ കൊണ്ടുവന്നു. പിന്നെ വിക്രം സാരാഭായി തുമ്പയിൽ ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും എന്താണ് കൊണ്ടുവന്നതായിട്ടാണ് ഇതിലാണ് ഇത് സ്പേസ്. അപ്പോ ബഹിരാകാശത്തൊക്കെ പഠിക്കുക. അത്തരത്തിലുള്ള ഇന്ത്യ വളരാൻ കാരണം 1969 ഇതാകുന്നത്. അത് ഏതാണ് ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് ആൻഡ് ISR. ഇന്ത്യൻ ബഹിരാകാശത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് നമ്മളെ വിക്രം സാരാഭായി ആണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇന്ത്യയിലെ സ്പേസ്? ആര്യഭട്ട എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രതന്ത്രജ്ഞനാണ് ആര്യഭട്ട എന്ന് പറയുന്നത്. ഈ ആര്യഭട്ട അദ്ദേഹത്തെ അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു കൃത്രിമ ഉപഗ്രഹമായി വന്നത്. പിന്നെ ഇന്ത്യ ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ ചന്ദ്രയാൻ 1 പോയി, 2 പോയി, 3 പോയി. 3 എന്താണ് ഇന്ത്യയിലെ ചന്ദ്രനെ കുറിച്ചിട്ട് പഠിക്കാൻ 2008 അതിൽ ചന്ദ്രയാൻ 2 മാത്രമാണ് ഫെയിൽ ആയത്. ബാക്കിയുള്ള 2 ഇന്ത്യയിൽ എന്താണ് ഇതാക്കി. ചന്ദ്രയാൻ 3യുടെ പ്രത്യേകത മൂണിന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യപ്പെട്ട സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ആളാണ് ആര്? ചന്ദ്രയാൻ 3 പദ്ധതി. ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. സോമനാഥ് എന്ന് പറയുന്ന നമ്മളെ മലയാളിയാണ് അതിന്റെ ഇതുണ്ടായിരുന്നത്. അപ്പൊ ഇന്ത്യ അത്രമാത്രം അഡ്വാൻസ്ഡ് ആയി എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ ഇന്ത്യ സൂര്യനെ കുറിച്ചിട്ട് പഠിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആദിത്യ എന്ന് പറയുന്നത് വിജയകരമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗഗൻയാൻ മിഷൻ. ഏതാണ് ഗഗൻയാൻ? ഇനി ഇന്ത്യ സ്പേസിലേക്ക് പോവുകയാണ്. അതിലൊരു മലയാളിയുണ്ട്. അപ്പോൾ ഗഗൻയാൻ മിഷൻ. പിന്നെ നമ്മളെ പ്രധാനപ്പെട്ട 2000 നോട്ടിനൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇതാണ് മംഗൾയാൻ. ചൊവ്വയെ കുറിച്ച് പഠിക്കാൻ ഉണ്ടായതാണ് ഇത് മംഗൾയാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പേസിൽ ഇന്ത്യയിലേക്ക് അച്ചീവ്മെന്റ് നടത്താൻ പറ്റി എന്നുള്ളതാണ്. ഇനി എന്താണ് പഞ്ചശീല തത്വങ്ങൾ? എന്താണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾ? അല്ലെങ്കിൽ എന്താണ് പഞ്ചശീല തത്വങ്ങൾ? ഇത് ഒപ്പുവെച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നെഹ്റു. ആരാണ്? നമ്മളെ നെഹ്റു ചൗ എൻലായ് എന്ന് പറയുന്ന ചൈനീസ് പ്രസിഡന്റ്. അപ്പൊ ഇതാണ് ഇന്ത്യയും ചൈനയും അതിർത്തി രാജ്യങ്ങൾ. ഇപ്പൊ ഇന്ത്യ കാശ്മീരിന്റെ ഒരു മൂല അല്ലെങ്കിൽ ആ ഭാഗം ചൈനയുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം. അപ്പോ രാജ്യങ്ങളുടെ ഇതില് പറയുന്നത്, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കലുണ്ട്, പഞ്ചശീൽ പ്രിൻസിപ്പിളിന്റെ എന്താണ്? മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് ടെറിട്ടറി ഇന്റഗ്രേഷൻ, രാജ്യത്തിന്റെ പരമാധികാരം, അതുപോലെ തന്നെ പരസ്പരം ആക്രമിക്കാതിരിക്കുക, പരമാധികാരം പരസ്പരം അംഗീകരിക്കുക. ഇന്ത്യക്ക് ഇന്ത്യൻ്റെതായിട്ടുള്ള പരമാധികാരമുണ്ട്, ചൈനയ്ക്ക് ചൈനൻ്റെതായിട്ടുള്ള പരമാധികാരം, അതൊക്കെ സംരക്ഷിക്കുക. അതുപോലെ തന്നെ പരസ്പരം ആക്രമിക്കാതിരിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാതിരിക്കുക. പിന്നെ ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രശ്നത്തിൽ ചൈന ഇടപെടാതിരിക്കുക. അതാണ് ഇത് പറയുന്നത്. പിന്നെന്താണ്? സമത്വം, പരസ്പര സഹായവും പുലർത്തുക, അതുപോലെ സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഇതാണ് എന്ത് പഞ്ചശീൽ പ്രിൻസിപ്പിളിന്റെ പ്രധാനപ്പെട്ടത്. നോക്കി പോകട്ടോ, ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഇനി എന്താണ് കേരള മോഡൽ ഡെവലപ്മെന്റ്? അത് നമ്മളെ മോഡൽ എക്സാമിന് വന്നതിന് കേരള മോഡൽ വികസനം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഹെൽത്ത് സെക്ടറിലും വിദ്യാഭ്യാസ മേഖലയിലും സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഒരു വിഭാഗമാണ് ഇത്. അപ്പൊ അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഹ്യൂമൻ ഡെവലപ്മെന്റ് മാനവ വിഭവശേഷിയിൽ ഇന്ത്യ എന്താണ് കേരളത്തിൽ നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണത്. അപ്പൊ പോവർട്ടി, ദാരിദ്ര്യം ഇന്ത്യയിൽ ഇപ്പോ നമുക്ക് തന്നെ അറിയാം, നമ്മളടുത്തിപ്പോ തീരെ ഭക്ഷണം കിട്ടാത്ത ആളുകൾ വളരെ കമ്മിയാണ്. ഇപ്പൊ അതിദാരിദ്ര്യ സംസ്ഥാനമാണ് ഇന്ത്യയിലെ കേരളം എന്ന് പറയുന്നത്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇപ്പോഴത്താണ് നവംബർ കഴിഞ്ഞ കേരള പിറവി ദിനത്തിലാണ് നമ്മളെ ഗവൺമെന്റ് അത് പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ വുമൻസ് എംപവർമെന്റ്, കുടുംബശ്രീ, അത് വളരെ പ്രധാനം. നാട്ടിലെ കുടുംബശ്രീകള്
ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് കൊടുക്കുക അല്ലെ, CDS, അങ്ങനെ കുറെ കുടുംബശ്രീ സംഘടനകളുണ്ട് ഇന്ത്യയിൽ. കേരളത്തില് സ്ത്രീകൾക്ക് ഉന്നമനത്തിനായി എത്തുക, അതിലൂടെ വലിയ രാഷ്ട്രീയത്തിലേക്കും പഞ്ചായത്തിലേക്കും ഒക്കെ എത്തുന്നത് കുടുംബശ്രീകളിലൂടെ. നമുക്ക് കിച്ചൺ ഭക്ഷണം നൽകുക, അങ്ങനെ ഒരുപാട് പദ്ധതികൾ നമുക്ക് നൽകുന്നത് ആരാണ്? ഇതാണ്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ, സാക്ഷരതാ മിഷൻ, ഇന്ത്യയിലെ ആകെ 100% സാക്ഷര പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാവർക്കും വായിക്കാൻ 100% ലിറ്ററസി ഉള്ള സംസ്ഥാനമാണ് ഇത് കേരളം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യ ഹെൽത്ത് സെക്ടറിൽ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ്, നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിട്ടാണ് നിപ്പ, കോവിഡ്, ഇതൊക്കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് വിനിയോഗിച്ച അല്ലെങ്കിൽ അതിനെ നേരിട്ടത് നമ്മുടെ ഹെൽത്ത് സെക്ടറിൽ ആരാണ്? നമ്മളെ കേരളമാണ്. ലോ ഇൻഫന്റ് മോർട്ടാലിറ്റി, മാതൃ നിരക്ക്, ശിശുമരണ നിരക്ക് കുറവാണ്. അതുപോലെ തന്നെ ലോ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഹൈ ലൈഫ് എക്സ്പെക്ടൻസി, നല്ല ആയുർദൈർഘ്യമുള്ള സംസ്ഥാനമൊക്കെയാണ് നമ്മളെ കേരളം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കേരള ഡെവലപ്മെന്റ് മോഡലിനെ കുറിച്ചിട്ട് ചോദിച്ചാൽ ഇത്രയും കാര്യം, കുടുംബശ്രീ, നമ്മളെ കൊറോണ, നിപ്പയൊക്കെ നേരിട്ട കാര്യം, നിപ്പ ഹൈ ഡെത്ത് റേറ്റ് ഉള്ള നിപ്പയെ ഇപ്പൊ ചൈനയിൽ ഉണ്ടായത്, പക്ഷെ നിപ്പയെ നമുക്ക് പിടിച്ചു കെട്ടാൻ സാധിച്ചു. അതൊക്കെ കേരളത്തിലെ ആരോഗ്യ മേഖലയിലുണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് എന്നുള്ളതാണ്. ഇവിടെ നിന്ന് നമുക്കൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ നമ്മളെ ഡെമോക്രസി എന്ന പാഠത്തിന് ഈ വർഷം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 മാർക്ക് അല്ലെങ്കിൽ ഒരു 3 മാർക്കിന്റെ 4 മാർക്കിന്റെ ക്വസ്റ്റ്യനും വരാൻ സാധ്യതയുള്ള ഒരു പാഠഭാഗമാണിത്. അപ്പോൾ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അപ്രാധിപത്യമായിരുന്നു. 1952 മുതൽ 77 വരെ ഇന്ത്യയിൽ ഭരിച്ചിരുന്നത് ആരാണ്? നമ്മളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. 1952, 57, 62, 67, 71 എന്നിവയിലൊക്കെ എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഭരിച്ചത്. ഇതാണ് നമ്മളെ പരീക്ഷയ്ക്ക് വന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മോഡലിന് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിലവിൽ വന്നത് ആരാണ്? ജനതാ ഗവൺമെന്റ്. ആരുടെ നേതൃത്വത്തിലാണ്? മൊറാർജി ദേശായി. കോൺഗ്രസ് അല്ലാതെ ജനതാ ഗവൺമെന്റ് കൊണ്ടുവന്നു. പിന്നെ 80-ലും 84-ലും 1980 മുതൽ 84 വരെ പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നു. 1989 ജനതാദൾ ആരാണ്? 1989 ജനതാദൾ VP സിംഗിന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് വന്നു. കോൺഗ്രസിലെ തന്നെയാണ് അതൊരു ജനതാദൾ അല്ലെങ്കിൽ യുണൈറ്റഡ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ആണ്. ആരാണ്? VP സിംഗ്. ആരാണ് അന്ന് പ്രൈം മിനിസ്റ്റർ ആയത്? VP സിംഗ്. അപ്പൊ VP സിംഗ് 1991 നമ്മുടെ നരസിംഹറാവു ഗവൺമെന്റ് കോൺഗ്രസ് തന്നെ അധികാരത്തിലെത്തി. 96 രാജ്യത്ത് ആദ്യമായിട്ട് ബി ജെ പി എന്ത് ചെയ്യപ്പെട്ടത്? ഇന്ത്യയിലേക്ക് നേതൃത്വത്തിലേക്ക് വന്നത് 1996 BJP കോയിലേഷൻ, യുണൈറ്റഡ് ഫ്രണ്ട് കോയിലെ BJP ഇന്ത്യയിലേക്ക് AP വാജ്പേയി ആണ് അതിൽ നേതൃത്വം നൽകിയത്. 1900 ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എത്രയാണ്? 2004 വരെ NDA അലയൻസ് BJP. അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിക്കും. എന്താണ് NDA എന്ന് പറഞ്ഞാൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ഏതാണ്? NDA ആണ് നേതൃത്വം നൽകിയത്. BJP ആണ് അവിടെ ഭരിച്ചത്. 2004 കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന് പറയുന്ന ഒരു ഇതായി. ഇപ്പൊ ഭരിക്കുന്നത് NDA ആണ്. നരേന്ദ്രമോദിയുടെ 3 ഗവൺമെന്റ് സക്സസ്ഫുൾ ആയിട്ട് അവരിപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഭാഗത്തുനിന്ന് ഒരു 1 വേർഡ് വന്നതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നത്. പിന്നെ 1975 നാഷണൽ എമർജൻസി നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ ആ പാഠത്തിൽ പറഞ്ഞതാണ്. ഇതും ഒരു ഇമ്പോർട്ടന്റ് ഏരിയയാണ്. 1975 ഇന്ദിരാഗാന്ധി ഗവൺമെന്റില് ഇന്ദിരാഗാന്ധി അവിടെ ഭയങ്കര തോതിൽ സമരം, ഫുഡ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. നല്ല ആന്റി ഇൻകംബൻസി ഇന്ദിരാഗാന്ധി ഗവൺമെന്റ്, ശക്തമായ ഭരണവിരുദ്ധ വികാരം ആ ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 1975 ഒരു അലഹബാദ് ഹൈക്കോടതി രാജ് നാരായൺ ഒരു ഹർജി കൊടുത്തിരുന്നു. ഇന്ദിരാഗാന്ധി 1971 റായ്ബറേലി മണ്ഡലത്തിലാണ് മത്സരിച്ചത്, UP. അവിടെ സ്റ്റേജ് കെട്ടാനൊക്കെ സർക്കാർ സംവിധാനം ഉപയോഗിച്ചു എന്നുള്ളതാണ് കേസ്. അത് കോടതി അംഗീകരിച്ചു. അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി MP സ്ഥാനത്തിൽ നിന്ന് വിലക്ക്. ഒരു പ്രധാനമന്ത്രി ആണെങ്കിൽ MP വേണം. അപ്പൊ MP ആവണം എന്നുണ്ടെങ്കിൽ
MP ആകാൻ പറ്റില്ല. MP ആയിട്ടാലേ പ്രധാനമന്ത്രി ആകാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ലോക്സഭയിലോ രാജ്യസഭയിലോ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ അതിൽ അംഗമാണ്. അതായത് എന്തായാലും ഒരാൾ ആകാം 6 മാസത്തിന്റെ ഉള്ളിൽ തെരഞ്ഞെടുക്കണം. പക്ഷെ വിലക്ക് വന്നു, 6 വർഷത്തേക്ക് മത്സരിക്കാൻ പറ്റൂല എന്നുള്ള വിലക്ക് വന്നു. ഇന്ദിരാഗാന്ധിക്ക് അധികാരം പോകുക, അധികാരത്തില് മയങ്ങി നിൽക്കുന്ന ഒരാളായിരുന്നു. അധികാരം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അന്ന് ഒരു സ്റ്റോറി എന്താന്ന് വെച്ചാൽ, അന്നത്തെ ബംഗാൾ മുഖ്യമന്ത്രി സിദ്ധാർത്ഥ് ശങ്കർ, അദ്ദേഹം സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട ഒരു വക്കീലായിരുന്നു. അദ്ദേഹത്തിനോട് നിയമോപദേശം തേടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആർട്ടിക്കിൾ 352 ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്, രാജ്യത്ത് എന്തെങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജൂൺ 1975 ജൂൺ 24 എന്ത് ചെയ്യപ്പെട്ടു? എമർജൻസി ഡിക്ലെയർ ചെയ്യപ്പെട്ടു. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. എമർജൻസി ഡിക്ലെയർ ചെയ്യപ്പെട്ടാൽ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടും, നമ്മളെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ്സ് ലംഘിക്കപ്പെടും. ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ് സെൻസറിങ് ഇടപെടും. നമുക്ക് പത്രത്തിലൊന്നുകൂടെ, പത്രം ഗവൺമെന്റ് തീരുമാനിക്കും. പിന്നെ പ്രതിപക്ഷ നേതാക്കന്മാരെ കരുതലാണെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ ഇതാക്കി. അങ്ങനെ രാജ്യം വളരെ അരക്ഷിതാവസ്ഥയിലേക്ക് വന്നു. അതാണ് നാഷണൽ എമർജൻസി എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആണ് ഇതാക്കിയത്. 1977 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പിൻവലിച്ചു. തൊട്ടടുത്തുള്ള ഇലക്ഷനിൽ നല്ല വൃത്തിക്ക് പൊട്ടി. അങ്ങനെ വന്ന ഗവൺമെന്റ് ആണ് മൊറാർജി ദേശായി. അത് ഞാൻ നേരത്തെ പറഞ്ഞു, മോഡൽ ക്വസ്റ്റ്യൻ വന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതാണ് നാഷണൽ എമർജൻസി. ഇനി എന്താണ് കാക്ക കലേക്കർ കമ്മീഷൻ? ഇന്ത്യയിലെ ആദ്യത്തെ പിന്നോക്ക വർഗ കമ്മീഷൻ ആണ് എന്ത്? കാക്ക കലേക്കർ കമ്മീഷൻ. 1 വേർഡ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ഏരിയ. ഫസ്റ്റ് ബാക്ക്വേർഡ് കമ്മീഷൻ. ഇനി സെക്കൻഡ് കമ്മീഷൻ ഏതാണ്? മണ്ഡൽ കമ്മീഷൻ ആണ്. ഏതാണ്? മണ്ഡൽ കമ്മീഷൻ. BP മണ്ഡലാണ് അതിന്റെ ചെയർമാൻ. എത്രയാണ്? 27% സംവരണം, പിന്നോക്കക്കാർക്ക് സംവരണം കൊടുക്കുക എന്നുള്ളതാണ് മണ്ഡൽ കമ്മീഷന്റെ ഇതാക്കിയത്. അത് നടപ്പിലാക്കിയത് ആരാണ്? VP സിംഗ് ആണ്. ആരാണ്? VP സിംഗ്. ഇമ്പോർട്ടന്റ് ഏരിയ. ഒന്നാം പിന്നോക്ക കമ്മീഷൻ. രണ്ടാം പിന്നോക്ക കമ്മീഷൻ ഏതാണ്? മണ്ഡൽ കമ്മീഷൻ. ഇനി എന്താണ് പ്രധാനപ്പെട്ട എൻവിയോൺമെന്റൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ചിപ്കോ മൂവ്മെന്റ്. ഇതിന് നേതൃത്വം നൽകിയ സുന്ദർലാൽ ബഹുഗുണയാണ്. ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ ഇതില് മരങ്ങൾ മുറിക്കുക, ഒരു സ്പോർട്സ് കമ്പനിക്ക് ഗവൺമെന്റ് പാട്ടം കൊടുത്തു. അപ്പൊ അത് അവിടുത്തെ ഗവൺമെന്റ്, അവിടുത്തെ സ്ത്രീകളെ എന്ത് ചെയ്തു? അതിനെതിരെ സമരം നടത്തി. തദ്ദേശീയ വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്യുന്ന സമര രീതി നടപ്പിലാക്കിയത് ആരാണ്? നമ്മളെ ചിപ്കോ മൂവ്മെന്റ് ആണ് കേട്ടോ. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത. ചിപ്കോ മൂവ്മെന്റ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഏതാണ്? നർമ്മദ. ഇത് സർദാർ സരോവർ പദ്ധതിക്ക് എതിരെ രൂപപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. ഗോത്രവർഗ ജനതയുടെ കുടിയൊഴിപ്പിക്കൽ, തദ്ദേശീയ ജനതയുടെ ജീവന, അങ്ങനെ ഗോത്ര വിഭാഗങ്ങളെ ഇതാക്കിയിട്ട് അതിന് നേതൃത്വം നൽകിയത് ആരാണ്? മേധാ പട്കറാണ്. ലോക്കലായിട്ടുള്ള ഗോത്രവർഗങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ്. സൈലന്റ് വാലി. ഇനി സൈലന്റ് വാലി മൂവ്മെന്റ് ഇത് കേരളത്തിൽ നടന്നതാണ്. മഴക്കാടുകളും ഇപ്പൊ സൈലന്റ് നിത്യഹരിതവനാണ്, എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് ഇത് സൈലന്റ് വാലി. ഇപ്പൊ സൈലന്റ് വാലിക്കെതിരെയാണ് ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത്. സൈലന്റ് വാലി എന്ത് ചെയ്തു? അവിടെ ഒരു വലിയൊരു ജലവൈദ്യുത പദ്ധതി കൊണ്ടുവരികയാണ്. അപ്പൊ അത് സുഗതകുമാരി പോലെ ഉണ്ട് കവി, അത് സുഗതകുമാരിയെ പോലുള്ള ലീഡേഴ്സ് എന്ത് ചെയ്യപ്പെട്ടു? അതിനെതിരെ സമരം ചെയ്ത് അത് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇതാണ് പരിസ്ഥിതി മൂവ്മെന്റ്. മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്താണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ? സംസ്ഥാനങ്ങളും ഇതാക്കിയത്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സംസ്ഥാനമാണ്. പക്ഷെ അത് പറയില്ല, ഇന്ത്യ ഒരു ക്വാസി ഫെഡറൽ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ അധികാരം ഇതാക്കുന്നത് എവിടെയാണ്? നമ്മളെ കേന്ദ്രത്തിലാണ്. കേന്ദ്രമാണ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ വേറെ ഗവൺമെന്റും സ്റ്റേറ്റിൽ വേറെ ഗവൺമെന്റും ആണെങ്കിൽ ചില ടെൻഷൻസ്, ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, ആ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അപ്പോൾ ഈ ഉദാഹരണത്തിന് ഇപ്പോൾ കേന്ദ്രത്തിൽ ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ്, കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെന്റ്. 2 വ്യത്യസ്ത പാർട്ടികളാണ്. അപ്പൊ അവരുടേതായിട്ടുള്ള ആശയങ്ങൾ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ സ്റ്റേറ്റ് എന്ത് ചെയ്യും? ഗവൺമെന്റിനെ ഗവർണർമാരെ നിയമിക്കും. കേന്ദ്രത്തിന്റെ പ്രതിനിധിയാണ് സ്റ്റേറ്റിലെ ആര്? ഗവർണർ. അപ്പോൾ കേന്ദ്രത്തിന്റെ ആളിവിടെ വന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി വരും. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരുപാട് സമകാലികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഇപ്പോൾ കേരളത്തിലെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണറും അതിപ്പോഴത്തെ രാജേന്ദ്ര അർലേക്കർ എന്ന് പറയുന്ന ഗവൺമെന്റും പരസ്പരം ഭരണകക്ഷി കേരളത്തിലെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ നടന്നിരുന്നു. അപ്പൊ ഗവൺമെന്റുകൾ തമ്മിലുള്ള സെൻട്രൽ സ്റ്റേറ്റ് റിലേഷന് എന്ന് പറഞ്ഞാൽ ഇതാണ്. കേന്ദ്ര പവർ ഉള്ളതാണ്. അപ്പൊ ആ പവർ ഏറ്റവും കൂടുതൽ കേന്ദ്രമാണ്. അപ്പൊ സ്റ്റേറ്റിൽ വേറെ ആളാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് അത്?
constitutes states the right to freely exercise the power given to them. Central government directly through the governors in എങ്ങനെയാണ് അത് എങ്ങനെയാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെൻട്രലി ഫണ്ടഡ് സ്കീംസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ഓഫ് സെൻട്രലി ഫണ്ട് സ്കീംസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓഫ് റിസോഴ്സസ്. ഇപ്പൊ വിഭവങ്ങള് ഫണ്ടുകളൊക്കെ ചിലപ്പോൾ തടഞ്ഞു വെക്കാനൊക്കെ സാധ്യതയുണ്ട്. ചില ബില്ലുകൾ പാസ്സാക്കും, ആ ബില്ല് എന്ത് ചെയ്യപ്പെടും, ഒപ്പിടാതെ ഗവർണർക്ക്. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനിൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇനി അതിലെ പ്രധാനപ്പെട്ട ഗവർണർ, ഇതൊരു മാർക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്? എന്തൊക്കെയാണ്? ഒന്ന് നിയമസഭ വിളിച്ചു ചേർക്കുക, അതുപോലെ തന്നെ സഭ പിരിച്ചുവിടുക. ഇത്രയും കാര്യങ്ങളാണ് നിയമസഭ വിളിച്ചു ചേർക്കുക. അതുപോലെ തന്നെ സഭാ സമ്മേളനം, നിയമസഭ വിളിക്കുക, അത് അവസാനിപ്പിക്കുക, അതുപോലെ തന്നെ സഭ പിരിച്ചുവിടുക. പിന്നെ സഭയെ അഭിസംബോധന, ഗവർണർ ഒരു വർഷത്തില്, ഇപ്പൊ പുതുവർഷത്തിലെ ആദ്യത്തെ സെഷനിൽ ഗവർണർ ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം നടത്തണം. അപ്പൊ അത് അഭിസംബോധന ചെയ്യുക. അതുപോലെ തന്നെ സഭ പാസാക്കിയ ബില്ലുകൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് ഓർഡിനൻസ് പുറപ്പെടുവിക്കുക. അതായത് സഭ കൂടാൻ പറ്റാത്ത സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും, ഓർഡിനൻസ് മന്ത്രിസഭ പാസ്സാക്കിയാല് അപ്പൊ അത് പാസ്സാക്കി എടുക്കാൻ 6 മാസത്തിന്റെ ഉള്ളിൽ പാസ്സാക്കി എടുത്താൽ മതി. അപ്പൊ അതാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ബജറ്റും ധനബില്ലും അവതരിപ്പിക്കുന്നതിനും ബഡ്ജറ്റ് ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഫിനാൻഷ്യൽ ഇയറിലെ സ്റ്റേറ്റ്മെന്റ് ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അത് പാസ്സാക്കുക എന്നുള്ളത്. ഇനി എന്താണ് എക്സിക്യൂട്ടീവ് പവേഴ്സ്? എല്ലാ എക്സിക്യൂട്ടീവ് അധികാരവും ഗവർണറുടെ പേരിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും ഇതില് ഇപ്പൊ ഒരു ഇലക്ഷൻ വരികയാണ്. ഇനിയിപ്പോ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആരെയാണ് ഗവൺമെന്റ് രൂപീകരിക്കാൻ വിളിക്കേണ്ടത് എന്നത് ഗവർണറുടെ ഇതാണ്. ഇപ്പൊ 140 അംഗ ആളുകൾ 70-ൽ കൂടുതൽ ആളുകൾ ഭൂരിപക്ഷമുള്ള പാർട്ടി ആകാരം ഗവർണർ ഇതാക്കുക. അപ്പൊ അതിന് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ ആളുകളെ ആകാരം ഗവർണർ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഇതാക്കുക. പിന്നെ അതുപോലെ തന്നെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയാണ് ഹെഡ്. ഗവർണർ രൂപീകരിക്കുക മുഖ്യമന്ത്രിയാണ്. ഈ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രിമാരെ നിയമിക്കുന്നത് ഗവർണറാണ്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറൽ, ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റ് ജനറൽ. സംസ്ഥാനത്തിന്റെ PSC നിയമനങ്ങൾ നടത്തുന്ന PSC, അതുപോലെ തന്നെ PSC അംഗങ്ങളെ എന്നിവയെ നിയമിക്കുക. ഇനി എന്താണ് ജുഡീഷ്യൽ പവർ? അപ്പോ ഇളവ് നൽകുക, കുറ്റകൃത്യങ്ങൾക്ക് ഇളവ് നൽകുക, അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുക എന്നുള്ളതൊക്കെയാണ് നീതിന്യായ അധികാരങ്ങൾ. ഇനി എന്താണ് ഡിസ്ക്രിഷണറി പവേഴ്സ്? ഇപ്പോ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത ഒരു സമയത്ത് എന്ത് ചെയ്യുക, ആരെയാണോ വിളിക്കേണ്ടത് എന്നുള്ളത് ഗവർണറുടെ നിക്ഷിപ്ത താല്പര്യമാണ്. ഗവർണർക്ക് ആരെയാണോ ഇതുള്ളത് അവരെ വിളിക്കുക. അങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക സംസ്ഥാനത്തിനെ കുറിച്ചിട്ട്. പിന്നെന്താണ് നിയമസഭാ ബില്ലിനെ സംബന്ധിച്ചുള്ളതാണ്. ബില്ല് ഇപ്പൊ ഒരു വീടിന്റെ ബില്ല് അല്ലെങ്കിൽ ഒരു ഇതിന്റെ ബില്ല് നിയമസഭ പാസ്സാക്കി. അപ്പൊ പാസ്സാക്കി ഗവർണർ അത് ഒപ്പിടുന്നില്ല എന്ന് ഗവർണർക്ക് തീരുമാനിക്കാം. പക്ഷെ എന്താണ്, അദ്ദേഹം ഭേദഗതി നിർദ്ദേശിക്കുകയാണ്, അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നത്. ഭേദഗതി നിർദ്ദേശിച്ച് അത് പിന്നെയും നിയമസഭ പാസ്സാക്കിയാൽ അത് ഗവർണറിന് അംഗീകരിച്ചു കൊടുക്കണം. ഇപ്പൊ വീടിന്റെ ഒരു ബില്ല് വീടിനെ സംബന്ധിച്ച് ഒരു ബില്ല് പാസ്സാക്കി. പക്ഷെ ഗവർണർ പറഞ്ഞു അതിൽ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഗവൺമെന്റ് എന്ത് ചെയ്തു, അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് നിയമസഭയിൽ അത് പാസ്സാക്കി വന്നാൽ അത് ഗവർണർ അത് ഒപ്പിട്ട് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. പിന്നെ ബില്ല് രാഷ്ട്രപതിയുടെ രാഷ്ട്രപതിക്ക് അത് അയച്ചു കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഗവർണറുടെ ഫംഗ്ഷൻ. ഇമ്പോർട്ടന്റ് ഏരിയ ആണ്, അതൊന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇനി അടുത്തതാണ് ചാലഞ്ചസ് ഓഫ് ഡെമോക്രസി. ഏതൊക്കെയാണ്? കമ്മ്യൂണലിസം, വർഗീയത, ടെൻഷൻ ഓഫ് സ്റ്റേ നമ്മൾ ഡിസ്കസ് ചെയ്തു. കറപ്ഷൻ പറഞ്ഞാൽ അഴിമതി പറഞ്ഞാൽ ഇപ്പോ ഗവൺമെന്റിന്റെ പദ്ധതികളൊക്കെ സ്വയം പൈസ ഉണ്ടാക്കുക അല്ലെ, കറപ്ഷനിലൂടെ അഴിമതിയിലൂടെ ഒക്കെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്, ക്രിമിനൽ വൽക്കരണം, രാഷ്ട്രീയത്തിൽ ക്രിമിനൽസ് ഇതാക്കുക. ഡിഫെക്ഷൻ എന്ന് പറഞ്ഞാൽ കൂറുമാറ്റം. ഒരു ഇതിന് ഇതാക്കിയാൽ ആർട്ടിക്കിൾ 52 പ്രകാരം എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അമെന്റ്മെന്റ് 52 പ്രകാരം ഒരു പാർട്ടിയിൽ നിന്ന്
ജയിച്ചു വന്ന ആള് കൂറുമാറി വേറൊരു പാർട്ടിയിലേക്ക് പോയാൽ എന്ത് ചെയ്യപ്പെടും? അയോഗ്യനാക്കപ്പെടും എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ടത്. ഇനി എന്താണ് ഇന്ത്യൻ, അടുത്ത പാഠത്തിലേക്ക് 3 മാർക്കിന്റെ ചോദ്യത്തിലേക്ക് വരാൻ, ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിന്റെ ആ പാഠത്തിൽ ഒരു 1 വേർഡ് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഈ ഹ്യൂമൻ ബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞ ആരാണ്? ഹെർബർട്ട് സ്പെൻസർ ആണ് അല്ലെ. ഇത് പറഞ്ഞത് MN ശ്രീനിവാസാണ്. ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് കാസ്റ്റ് സിസ്റ്റം, ജാതിയാണ്, റിലീജിയൻ ഉണ്ട്, മതം, ലാംഗ്വേജ്, ട്രൈബൽസ്, ഗോത്രവർഗ, റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി. 5 ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? കാസ്റ്റ് സിസ്റ്റം സോഷ്യൽ ഹൈറാർക്കിയാണ് അല്ലെ. എങ്ങനെ? പിരമിഡ് രൂപത്തിലാണ്. ബ്രാഹ്മണന്മാര് മേലെ, ക്ഷത്രിയ, വൈശ്യ, ശുദ്ര എന്ന് പറയുന്ന ആളുകളാണ് ഇന്ത്യയിൽ എന്താണ് ഹൈറാർക്കി ആയിട്ട് ഏറ്റവും അടിയിൽ ഉള്ളതാണ് ശൂദ്രന്മാര്. ഡിവിഷൻ ഓഫ് ലേബർ, ഇവർക്ക് ഓരോ ബ്രാഹ്മണന്മാർ എന്ത് ചെയ്യപ്പെടണം, ഇതാക്കണം, അങ്ങനെ ദൈവ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിർദ്ദേശം നൽകണം. അതായത് സോഷ്യൽ കൺട്രോൾ, റെസ്ട്രിക്ഷൻ, എക്സോഗമി, എൻഡോഗമി, സ്വഗണ വിവാഹം, അന്യഗണ വിവാഹം, ഇനീക്വാളിറ്റി ഓഫ് ആൻഡ് മാർജിനലൈസേഷൻ എന്ന് പറയുന്നു. ഇനി ഏതൊക്കെയാണ് ട്രൈബൽ റിവോൾട്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്? ഒന്ന് സാന്താൾ റിവോൾട്ടാണ്. ഇത് ലാൻഡ് ലോഡ്സ്, മണി ലെൻഡേഴ്സ് ആൻഡ് ബ്രിട്ടീഷുകാരുടെ ലാൻഡിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഇത് നടന്നത് ജാർഖണ്ഡ്, ഒഡീഷ, ബീഹാറിൽ ആ ഒരു ഈസ്റ്റ് ഭാഗത്താണ്. സിദ്ധു കുർമു ആൻഡ് കാനു മുർമു, ഇത് 3 പരീക്ഷയ്ക്ക് ഒരു ഇമ്പോർട്ടന്റ് ഏരിയയാണ്. അത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മുണ്ട റിവോൾട്ട് ഇതുപോലെ തന്നെ ലാൻഡ് ലോഡ്സിന്റെ ഓപ്പറേഷനെതിരെ പോരാടിയതാണ്. ഇത് ചോട്ടാനാഗു ജാർഖണ്ഡിലാണ്. ബിർസ മുണ്ടയാണ് അതിന്റെ ലീഡർ. പിന്നെ കുറിച്ച കുറുമ്പ റിവോൾട്ട്, ഇത് എക്സസീവ് ടാക്സേഷൻ, ശക്തമായ നികുതി സംവിധാനത്തിനെതിരെയാണ്. വയനാട്ടിലാണ് ഇത് നടന്നത്. രാമൻ നമ്പിയാണ് പ്രധാനപ്പെട്ട ലീഡർ. ഇനി എന്തൊക്കെയാണ് ഇന്ത്യൻ റൂറൽ അർബൻ സൊസൈറ്റീസിന്റെ ഫീച്ചേഴ്സ്? എന്താണ്? റൂറൽ അഗ്രികൾച്ചർ ആണ്. ഇവിടെ ക്ലോസ് ആയിരിക്കും അല്ലെ. അഗ്രികൾച്ചർ, കൃഷി ആകാരം ഇവിടെ ഭൂരിഭാഗമായിട്ട് ഉണ്ടാകുക. പിന്നെ ക്ലോസ് സോഷ്യൽ റിലേഷൻ, എന്താണ് സോഷ്യൽ റിലേഷൻ? അവിടെ സമൂഹത്തിലെ ഇപ്പൊ ഗ്രാമപ്രദേശങ്ങളിൽ എല്ലാവരും അടുത്തടുത്ത് നല്ല സഹവർത്തിത്വത്തോടെ കാര്യം പെരുമാറും. അതുപോലെ ട്രഡീഷണൽ ആയിട്ട് ലിമിറ്റഡ് ഫെസിലിറ്റീസ്. പിന്നെ അർബൻ സൊസൈറ്റിയിൽ ഉണ്ടാകുന്നത് അവിടെ ഫുൾ ഇൻഡസ്ട്രി ആകാരം, മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ആകാരം, വെഹിക്കിൾസ് വെച്ച് അവിടെ നഗരങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നും അധികം ഉണ്ടാവില്ല, ഫീച്ചർ അങ്ങനെ ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. അതിലെ ഉദാഹരണം പറയാണ്. പക്ഷെ ഇവർ തമ്മിൽ ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. പഞ്ചാബിലെ ഗ്രാമത്തിലുണ്ടായ ഗോതമ്പാണ് ആരുപയോഗിക്കുന്നത്? നമ്മുടെ നഗരമേഖലയിൽ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നഗരമേഖലയിൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് കുറെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൃഷിക്കാർക്ക് ഉപയോഗപ്പെടുന്നുണ്ട്. ചില ആപ്പുകൾ, ചില ഇതാകുന്നുണ്ട്. പറഞ്ഞത് ഇവരുണ്ടാക്കിയ ഗോതമ്പാണ് നഗരമേഖലയിലുള്ളത്. നഗരമേഖലയിൽ ഉണ്ടാക്കിയ ആപ്പാണ് ആരുപയോഗിക്കുന്നത്? കൃഷി രീതികളും ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത് കൊണ്ടാണ് വരുന്നത്. ഇവര് നമ്മൾ പരസ്പരം എന്താണ് ഡിപ്പെൻഡന്റ് ആണ് എന്നുള്ളതാണ് ഇതാക്കുന്നത്. വ്യത്യസ്തതാണെങ്കിലും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നുണ്ട്. അതാണ് സോഷ്യൽ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ. ഇനി എന്താണ് ഡൈവേഴ്സിറ്റി? ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസുകളാണ്. ഇന്ത്യയിൽ വളരെ വലിയ തോതിൽ എന്താണ് കാസ്റ്റുകളും ഡിഫറൻസുകളും ഒക്കെ ഉള്ള ഒരു രാജ്യം, വൈവിധ്യമായ രാജ്യമാണ്. ലാംഗ്വേജ്, ട്രൈബൽ, പിന്നെന്താണ് മ്യൂച്വൽ ബഹുസ്വരത എന്നാണ്. എല്ലാ വൈവിധ്യമായ ജനങ്ങളും ഒരുമിച്ച് ഒരു രാജ്യമായിട്ട് ഒറ്റതായിട്ട് പീസ്ഫുൾ ആയിട്ട് മ്യൂച്വൽ റെസ്പെക്റ്റോടും സഹകരണത്തോടും കൂടിയിട്ട് ഇതാകുന്നതാണ് എന്ത് പ്ലൂറലിസം എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് ഓർക്കസ്ട്രയാണ് പറയുന്നത്. ഓർക്കസ്ട്രയില് വയലിൻ ഉണ്ട്, ഗിറ്റാർ ഉണ്ട്, അതുപോലെ വിവിധ തരം ഇതുണ്ട്. പക്ഷെ അത് ഒരുമിച്ച് പ്ലേ ചെയ്യുമ്പോൾ നല്ലൊരു മ്യൂസിക് ആവൂലേ? അതുപോലെയാണ് ഡൈവേഴ്സിറ്റി. നമ്മളെ രാജ്യത്ത് ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്, ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് കൾച്ചറുകളുണ്ട്, ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അവരൊക്കെ വ്യത്യസ്തരാണ്. പക്ഷെ അവരൊക്കെ ഒരുമിച്ച് നിന്ന് ഇന്ത്യൻസ് അല്ലെങ്കിൽ ഒരു ഒറ്റ രാജ്യമായിട്ട് ബഹുസ്വരതയോട് കൂടി അതാണ് പ്ലൂറലിസം. അതിനെ ഇതാക്കുന്നത് ഓർക്കസ്ട്രയുമായിട്ടാണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തതാണ് നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫ്രഞ്ച് റവല്യൂഷന് ഒന്നാം എസ്റ്റേറ്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് 3 എണ്ണമായിട്ടാണ്. ഒന്നാം എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ്, മൂന്നാം എസ്റ്റേറ്റ്. ഫ്രഞ്ച് സൊസൈറ്റി ഈസ് ഡിവൈഡഡ് ഇൻടു 3. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഫസ്റ്റ് എസ്റ്റേറ്റില് പുരോഹിതർ, ക്ലർജിയാണ് ഉണ്ടായിരുന്നത്. ഇവരെന്താണ് ഭൂസ്വത്തിന്റെ
വലിയൊരു ഭാഗം ഉടമസ്ഥരെ എല്ലാതരം നികുതികളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. സാധാരണ കർഷകരിൽ നിന്ന് ടിഡേ എന്ന നികുതി പിരിച്ചിരുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഒന്നാമത്തെ എസ്റ്റേറ്റില് ഇവര് ക്ലർജി ഏതാണ് നികുതി ടിഡേ. അപ്പോ ഈ സാധാരണ കർഷകർക്ക് അപ്പൊ കർഷകരെ ഇവിടെ ഇതാക്കുക, അവരെ നികുതി ഏൽപ്പിക്കുന്ന ആരാണ്? ഒന്നാം എസ്റ്റേറ്റ്. ഇനി രണ്ടാം എസ്റ്റേറ്റോ നോബിൾസ് ആണ്, അലസന്മാരാണ് ഇവരാണ് ഉയർന്ന സ്ഥാനം ഇതാക്കുന്നത്. വെങ്തീയം എന്ന നികുതിയാണ് കർഷകരിൽ നിന്ന് ഇവര് രാജാവിനെ സോപ്പിടാന് കുറച്ച് സമ്മാനങ്ങളൊക്കെ നൽകി അവർ നികുതിയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ഇനി മൂന്നാം എസ്റ്റേറ്റിലോ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നവരായിരുന്നു മൂന്നാം എസ്റ്റേറ്റിൽ. ഇവിടെ കോമൺ പീപ്പിൾ ആണ്. ആരാണ്? കോമൺ പീപ്പിൾ ആണ്. ഇവരെ രാജാവിന് പുരോഹിതന്മാർക്കും ഒക്കെ ഭാരിച്ച നികുതികൾ നിർബന്ധം. ഇവരാണ് എല്ലാ നികുതി ഇതാക്കുന്നത്. ഒന്നാം എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ്, മൂന്നാം എസ്റ്റേറ്റ്. ഈ എസ്റ്റേറ്റുകളിൽ ഇവരൊക്കെ നോക്കി രണ്ടാം സ്റ്റേറ്റിനെ നോക്കി എല്ലാവിധ അടിച്ചമർത്തലുകളും നേരിട്ടതാരാണ്? നമ്മളെ മൂന്നാം എസ്റ്റേറ്റുകളാണ് എന്നുള്ളത്. ബാർബൺ കിങ്സ് ആണ് അന്ന് ഭരിച്ചിരുന്നത്. ബാർബൺ കിങ്സ് അവരെ ആ സൊസൈറ്റിയെ ഇങ്ങനെ ഒരു തട്ടായിട്ട് അല്ലെങ്കിൽ ഈ ഒരു എസ്റ്റേറ്റുവൽക്കരണത്തിൽ ഇതാക്കിയത്. ഇനി ഇതിനൊക്കെ ഇതാക്കിയത് കുറച്ച് തിങ്കേഴ്സിന്റെ സ്വാധീനം ഇതാക്കിയത്. അതിൽ വോൾട്ടയർ വന്നത് ഈ ബാർബൺ കിങ്സ് മത നേതൃത്വത്തെ വിമർശിച്ചത് ആരേത്? ചരിത്ര ഇദ്ദേഹം ഒരു ആക്ഷേപാസ്യം ആക്ഷേപാസ്യത്തിലൂടെ ഗവൺമെന്റിനെ ഇതാക്കി. നമ്മളെ വോൾട്ടയർ. റൂസോയുടെ സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ജനം ക്ഷേമത്തിനായി ഒരു കരാറിലൂടെ രാജാവിനെ സൃഷ്ടിച്ചു. ലംഘിച്ചാൽ ഭരിക്കാനുള്ള അവകാശം രാജാവിന് നഷ്ടപ്പെടുന്നു. ജനങ്ങളുടെ സേവകനാണ് രാജാവ്. അത് ലംഘിച്ചാൽ അതെന്ത് ചെയ്യപ്പെടും? രാജാവിന് ഒഴിവാക്കപ്പെടും. പിന്നെ അദ്ദേഹം പറഞ്ഞതാണ് മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിബഡി ഈസ് ഇൻ ചെയിൻ. മനുഷ്യൻ സ്വതന്ത്രമായി ജനിക്കുന്നു, പക്ഷെ എല്ലായിടത്തും ചെങ്ങലയാൽ ബന്ധിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇനി മോണ്ടസ്ക്യൂ പറഞ്ഞത്? അദ്ദേഹം സ്പിരിറ്റ് ഓഫ് ലോ, അദ്ദേഹം ഗവൺമെന്റിനെ മൂന്നാക്കി തിരിച്ചു. ഒന്ന് ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിവ തിരിച്ചതാരാണ്? നമ്മളെ മോണ്ടസ്ക്യൂ ആണ്. അപ്പോ അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹം സ്വേച്ഛാധിപത്യ ഗവൺമെന്റിനെതിരെ ശക്തമായിട്ട് ഇതാക്കി. ഇനി ജോൺ ലോക്ക് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രാജാക്കന്മാരും ദൈവികാവകാശവും സ്വേച്ഛാധിപത്യ അധികാരവും. അദ്ദേഹത്തിന്റെ കൃതിയാണ് ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ്. അദ്ദേഹം രാജാക്കന്മാരുടെ ഏകാധിപത്യ ഭരണത്തെ എതിർത്തു. പിന്നെ ഫിസിയോക്രാറ്റുകളാണ്. മധ്യവർഗത്തിന്, മിഡിൽ ക്ലാസിന്റെ ശക്തമായിട്ട് അദ്ദേഹം സാമ്പത്തിക എക്കണോമിക് റിഫോംസിനെ അദ്ദേഹം ബാധിച്ചു. കൃഷിയെ പ്രോത്സാഹിക്കുകയും ഭക്ഷ്യവസ്തുക്കളുടെ സ്വതന്ത്ര വ്യാപാരം നടത്തുകയും ചെയ്തു. ഇങ്ങനെ ഇത്തരത്തിലുള്ള തിങ്കേഴ്സിനെ ഫ്രഞ്ച് റവല്യൂഷനെ സ്വാധീനിച്ചു. ഇനി അടുത്തത് ഫ്രഞ്ച് പാർലമെന്റ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഫ്രഞ്ച് പാർലമെന്റിന്റെ പേര് എസ്റ്റേറ്റ് ജനറൽ. എസ്റ്റേറ്റ് ജനറൽ എന്നുള്ളതാണ്. എസ്റ്റേറ്റ് ജനറൽ ഇത് മൂന്നെണ്ണായിട്ടാണ് തിരിച്ചത്. ഒന്നെന്താണ്? ദ ക്ലർജി 285 ആൾക്കാരാണ്, 308 621 മെമ്പേഴ്സ് ആണ് അവരിൽ ഉണ്ടായത്. ദ ഹൗസ് ഓഫ് റെപ്രസെന്റേഷൻ ഈ 3 ആളുകളാണ് ഉണ്ടായത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായത് തേർഡ് എസ്റ്റേറ്റ്. പക്ഷെ ഇതിന്റെ വിറ്റ് എന്താന്ന് വെച്ചാല്, ഏറ്റവും വലിയ തമാശ എന്താന്ന് വെച്ചാല്, ഇവർ 285 ആൾക്കാർ ഫസ്റ്റ് എസ്റ്റേറ്റ്, ഇവര് 308 ആൾക്കാർ, ഇവർ 600. എപ്പോഴും വോട്ടിന് ഏറ്റവും കൂടുതൽ ആരെ ജയിക്കത്തേടച്ച്. പക്ഷെ ഇവരെ വോട്ടിന് എപ്പോഴും ഇവര് ഗ്രൂപ്പ് വോട്ടാണ്ട് ചെയ്യും, ഇൻഡിവിജ്വൽ. അതോടുകൂടിയിട്ട് വില എന്ത് ചെയ്യപ്പെടും? അട്ടിമറിക്കപ്പെടും. ഇതാണ് പ്രശ്നം. വോട്ടിന് വാല്യൂ ഇല്ല തേർഡ് എസ്റ്റേറ്റിന്റെ. അപ്പൊ തേർഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്യപ്പെട്ടു? ഇതിങ്ങനെ നടന്നാ പറ്റൂല, ഇങ്ങനെ പോയാൽ ഇത് പ്രശ്നമാണ്. അവരെന്ത് ചെയ്യപ്പെട്ടു? തേർഡ് എസ്റ്റേറ്റ് ഡിക്ലെയർ ഫ്രഞ്ച് നാഷണൽ ആൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റെഫ്യൂസ്ഡ് ടു ജോയിൻ ദെയർ മീറ്റിംഗ്. ഞങ്ങളാണ് ഫ്രഞ്ചിന്റെ ഇത് ഡിക്ലെയർ ചെയ്ത ഫ്രഞ്ച് നാഷണൽ, ഞങ്ങളാണ് ഫ്രഞ്ചിലെ നാഷണൽ അസംബ്ലി എന്ന് അവർ ഡിക്ലെയർ ചെയ്യപ്പെട്ടു. ലൂയി 16 എന്ത് ചെയ്യപ്പെട്ടു? ആ മീറ്റിങ്ങുകളൊക്കെ എസ്റ്റേറ്റ് ജനറലായിട്ട് അടച്ചും ചെയ്തു. പക്ഷെ അവിടെ എന്ത് ചെയ്യപ്പെട്ടു? തേർഡ് എസ്റ്റേറ്റിലെ ലീഡേഴ്സ് എന്ത് ചെയ്യപ്പെട്ടു? നേരെ ഒരു ടെന്നീസ് കോർട്ടിൽ ചെന്ന് കണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യപ്പെട്ടു. ഇനി ഒരു ഫ്രാൻസിന് ഒരു ഭരണഘടന ഉണ്ടാക്കുന്നവരെ ഞങ്ങൾ തിരിച്ചു പോകൂല എന്ന് അവർ തീരുമാനിച്ചു. ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഈ ഗ്രൂപ്പ് വോട്ട് സിസ്റ്റം എപ്പോഴും ഇവർ ജയിക്കുകയാണ്. അപ്പൊ അതിനെതിരെ പോരാടിയ ആളാണ് ആര്? നമ്മളെ ഈ ഫ്രഞ്ച് വിഭാഗം, അതാണ് ടെന്നീസ് തേർഡ് എസ്റ്റേറ്റുകാരാണ് അതിനെ
ഫ്രഞ്ച് അതിനെതിരെ പോരാടിയ ആളുകളാണ് ഇവർ. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ഇമ്പാക്ട്? ഇതിന്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്? ഫ്യൂഡലിസം കൊളാപ്സ്, ഫ്യൂഡലിസം അവസാനിച്ചു. അതുപോലെ തന്നെ സഭയുടെ സ്വത്ത് പിടിച്ചെടുത്ത് മിഡിൽ ക്ലാസ്സിന് നൽകുകയാണ് ചെയ്തത്. പ്രഭുക്കന്മാരുടെ ഭൂമികൾ പിടിച്ചെടുത്ത് അവകാശങ്ങൾ എടുത്തു. ക്ലർജിന്റെ കയ്യിൽ നിന്ന് ഭൂമികളൊക്കെ എടുത്തിട്ട് അത് സാധാരണക്കാർക്ക് നൽകുകയാണ് ചെയ്തത്. അപ്പോ റൂസോയുടെ ജനങ്ങൾ എന്ന ജനാധിപത്യം സ്ഥാപിച്ചു. റൂസോയുടെ അതൊക്കെ ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണ് അവിടെ സ്ഥാപിക്കപ്പെട്ടത്. പിന്നെ എന്താണ്, ഏഷ്യയിലും അമേരിക്കയിലും ആഫ്രിക്കയിലൊക്കെ ഉള്ള സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് ഇതെന്താണ് കൂടുതലായിട്ട് പ്രചോദനം ഉൾക്കൊണ്ടതാണ് ഇതെന്ന് പറയും. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇമ്പാക്ട് ഓഫ് അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കാൻ ഫ്രഞ്ച് റവല്യൂഷന്റെ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നെപ്പോളിയന് കുറച്ചു കാലം ഭരിച്ചിട്ടുണ്ട്. അപ്പൊ അതാരൊക്കെയാണ്? ലീഗൽ റിഫോമേഴ്സ്. അദ്ദേഹത്തിന്റെ കുറച്ച് പരിഷ്കാരങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കലുണ്ട്. ലീഗൽ റിഫോംസ് എന്തൊക്കെയാണ്? ലീഗൽ റിഫോംസ് അദ്ദേഹം നടപ്പിലാക്കിയ കുറച്ച് നിയമങ്ങളുണ്ട്. ഫ്യൂഡൽ ലോസ്. ഏതാണ്? ഫ്യൂഡൽ ലോസ് എൻഷുർ ഇക്വാലിറ്റി ആൻഡ് റിലീജിയൻ ആൻഡ് ഫ്രീഡം. അപ്പോ അദ്ദേഹം കുറച്ച് കോഡുകൾ നിയതാക്കി. അതുപോലെ തന്നെ ഫ്യൂഡൽ ലോസ് അബോളിഷ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ റിലീജിയസ് ഫ്രീഡം അദ്ദേഹം കൊണ്ടുവന്നു. ഇനി എന്താണ് കൺകോർഡറ്റിലെ അദ്ദേഹം കത്തോലിക് ചർച്ചുമായിട്ട് നടത്തിയ ഒരു അഗ്രിമെന്റ്, ഒരു പോപ്പുമായിട്ട് നടത്തിയ ഒരു അഗ്രിമെന്റ് ആണ്. അത് എല്ലാ വിഭാഗങ്ങൾക്കും, എല്ലാ റിലീജിയൻസിനും എന്താണ് ഫ്രീഡം നൽകുക എന്നുള്ളത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ റിഫോംസ് അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. പിന്നെ ഒരു യൂണിഫൈഡ് കറൻസി അദ്ദേഹം കൊണ്ടുവന്നു. പിന്നെ ദ ആർമി വാസ് റെക്കഗ്നൈസ്ഡ് സെവറൽ കുറച്ച് ബറ്റാലിയൻ ആയിട്ട് കുറച്ച് മിലിറ്ററി ബറ്റാലിയൻ അദ്ദേഹം ഓർഗനൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളത്. ഇനി എന്താണ് അടുത്ത വളരെ പ്രധാനപ്പെട്ടാണ് എന്തൊക്കെയാണ് നവോത്ഥാന കാലഘട്ടം, റിനൈസൻസ് പീരീഡ് എന്നതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇരുണ്ട കാലഘട്ടത്തിലായിരുന്നു യൂറോപ്പ് കുറച്ചു കാലം. ഏഷ്യയിലൊക്കെ ഗോൾഡൻ കാലഘട്ടമായപ്പോഴും യൂറോപ്പിൽ അപ്പോഴും വലിയ തോതിൽ ഇതായി. അതിനൊരു മാറ്റം വന്നത് നവോത്ഥാന കാലഘട്ടത്തിലാണ്. അപ്പൊ ഹ്യൂമനിസം, മാനവികതയാണ് ഒന്നാമത്തെ അതിന്റെ ഫീച്ചർ. അർബൻ ലൈഫ് അല്ലെങ്കിൽ നഗര ജീവിതം കൂടുതലായിട്ട്, മോണിറ്ററി എക്കോണമി, ഒരു കൃത്യമായ സമ്പദ് വ്യവസ്ഥ ഉണ്ടായി, പ്രോഗ്രസ് ഓഫ് ട്രേഡ്, റൈസ് ഓഫ് റാഷണലിസം, ആർട്സിനും സയൻസിനും കൂടുതൽ എന്താണ് പ്രാധാന്യം നൽകപ്പെട്ടു. അതാണ് ഇതാക്കപ്പെട്ടത്. ഇനി എന്താണ് റിനൈസൻസിന്റെ ഡിഫറെന്റ് പ്രധാനപ്പെട്ട പെയിന്റേഴ്സ് ഏതൊക്കെയാണ്? ആരൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള പെയിന്റേഴ്സ്? ഒന്ന് ജിയോട്ടോ. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ജിയോട്ടോ? അദ്ദേഹത്തിന്റെ ചിത്രം ഗ്രീക്കോ റോമൻ സ്വാധീന ശൈലം ഇതാക്കിയതാണ് ജിയോട്ടോ എന്ന്. ഇനി മെസാച്ചിയോ എന്താണ്? അദ്ദേഹത്തിന്റെ ചുമർ ചിത്രങ്ങൾ വൃത്താകൃതിയിൽ പ്രതലത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നവൻ തോന്നുന്നവയായിരുന്നു. ദൈനംദിന ജീവിതവുമായിട്ടാണ് അത് മനുഷ്യരൂപങ്ങളെയാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. ഇനി ഡാവിഞ്ചിയുടെ പ്രധാനപ്പെട്ട ഇതൊക്കെയാണ് അന്ത്യാത്തായം, ലാസ്റ്റ് സപ്പർ, മൊണാലിസ, വർണ്ണനീയൻ എന്നിവയായിരുന്നു അത്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിരുന്നു. അപ്പൊ മൊണാലിസയുടെ നിഗൂഢ മുഖഭാവം അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ. പിന്നെ മൈക്കിൾ ആഞ്ചലോ എന്താണ്? അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അതുപോലെ തന്നെ ചുമർ ചിത്രങ്ങളൊക്കെ അദ്ദേഹത്തിന്. ഇനി റാഫേലും ടിഷാനും എന്താണ്? മനുഷ്യരുടെ വിവേകികളും മിതവാദികളും അന്തസ്സുള്ളവരുമായി ചിത്രീകരിച്ചു. മനുഷ്യനൊരു പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അവര് ഇതാക്കിയത്. ആ കാലഘട്ടത്തിൽ മനുഷ്യന് അധികം ഇതൊന്നുമില്ല, എപ്പോഴും അങ്ങനത്തെ ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള മൈൻഡായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഇവരുടെ ചിത്രങ്ങളൊക്കെയാണ് സ്വാധീനിച്ചത്. ഇനി എന്താണ് ഇവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇവര് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജ് ആണ്. ദൃശ്യങ്ങളാണ് ഉള്ളത്, ഛായാചിത്രങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ പ്രകാശത്തെ അകലത്തെ മനുഷ്യ ശരീരത്തിന്റെ യഥാർത്ഥ ചിത്രീകരണം അവർ നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഡിവൈൻ ഫിഗേഴ്സ് ആൻഡ് ഹ്യൂമൻ ഫോംസ്, മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിന്റെ ആദർശവൽക്കരിക്കപ്പെട്ട മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിന്റെ ചിത്രീകരണമാണ് ഇവർ പെയിന്റിങ്ങിലൂടെ ഇതാക്കിയത്. മനുഷ്യന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം.
നല്ല ദൃശ്യം, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസ് ആണ് ആ കാലഘട്ടത്തിൽ പെയിന്റേഴ്സ് ഇതാക്കിയത്. ഇനി ഇവരുടെ വൺ വേർഡ് ആയിട്ട് ചോദിക്കും. ഡാൻഡയുടെ പ്രധാനപ്പെട്ട കൃതി ഡിവൈൻ കോമഡി. പെട്രാക്കിൻ്റെത് ലോറയിലെ ഹോളി ഓഫ് ലോറ. ബൊക്കാച്ചിയോ ഡെക്കാമറോൺ. നിക്കോള മാക്കിയവെല്ലിയുടെ ദി പ്രിൻസ്. മാക്കിയവെല്ലി ആണ് സ്റ്റേറ്റ്, അങ്ങനെ കുറെ ഇതുണ്ട്. ഒരു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു. അതായത് ഇറാസ്മസ്, ദ പ്രൈസ് ഓഫ് ഹോളി. ജെഫ്രി ചേഴ്സ്, കാൻബ്രി കഥകൾ. ജോൺ തോമസ് മൂർ, ഒട്ടാപ്പിയ. മിഗേൽ ഡെ സെർവാൻഡയുടെ ഡോൺ കിഹോട്ട്. ഫാൻസി റബെല്ലെ. കർഗുവ ആൻഡ് പാൻഡ്രുകുലം എന്ന് പറയുന്ന ചിത്രങ്ങളാണ് കൃതികളാണ് അദ്ദേഹം രചിച്ചത്. ഇനി റിനൈസൻസ് ആൻഡ് സയൻസ് വളരെ പ്രധാനം. നവോത്ഥാനവും ശാസ്ത്രവും. ഈ നവോത്ഥാനവും ശാസ്ത്രവും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, മനുഷ്യന്റെ ഹ്യൂമനിസത്തിന്, മനുഷ്യന്റെ ബുദ്ധികൾക്ക് പ്രാധാന്യം നൽകിയത് ആ കാലഘട്ടത്തിലായി. അതുവരെ ദൈവികമായിട്ട് ചിന്തിച്ചിരുന്ന യൂറോപ്പ്. അതിൽ പ്രധാനപ്പെട്ട ആളാണ് നമ്മളെ മോഡേൺ സയൻസിന് ഒരുപാട് ഇത് നൽകിയിട്ടുണ്ട്. കോപ്പർനിക്കസ്, എർത്ത് സെൻട്രിക് തിയറി. പ്ലാനറ്റിന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ സെന്റർ എന്ന് പറയുന്നത് സണ്ണാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ ചുറ്റും ഗ്രഹങ്ങൾ ചുറ്റുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അതാണ് കോപ്പർനിക്കസ്. അത് കൊണ്ടുവന്നത് ആ കാലഘട്ടത്തിലായി. പിന്നെ കെപ്ലർ എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്താണ് അദ്ദേഹമാണ് സൂര്യന്റെ ഡിസ്റ്റൻസിന് അടിസ്ഥാനത്തിൽ പ്ലാനറ്റുകളെ തിരിച്ചതാരാണ്? നമ്മളെ കെപ്ലറാണ്. ഗലീലി എന്താണ് ഈ യൂണിവേഴ്സ്, അദ്ദേഹം ടെലസ്കോപ്പ് കൊണ്ട് ഭൂമിയിലെ പ്രധാനപ്പെട്ട നക്ഷത്രങ്ങളെയും ഇതിനൊക്കെ നിരീക്ഷിച്ച് ശാസ്ത്രത്തിന് പുതിയ തോതിലുള്ള ഇത് കൊണ്ടുവന്ന ആരാ? നമ്മളെ തിയറി ഓഫ് ദ യൂണിവേഴ്സ് കൊണ്ടുവന്നത് നമ്മളെ ഗലീലിയാണ്. ഇതാണ് സയൻസിന് പ്രാധാന്യം നൽകി. മൂന്നാളുകളെയും ഒന്ന് ഓർത്തു വെക്കട്ടോ. ഇനി എന്താണ് ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളജ്? 3 മാർക്കിനാണ് ആ പാഠത്തിന് വരാൻ സാധ്യതയുള്ള. 3 മാർക്കിന് ഇത് എഴുതി വെച്ചാൽ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇതൊരു സ്പെക്കുലേഷൻ, വ്യക്തിഗത അനുഭവങ്ങളിലൂടെയും എന്താണ് ഇതിലൂടെയൊക്കെയാണ് അത് ഇതാക്കുന്നത്. അതുപോലെ തന്നെ മിഥ്യാധാരണകൾ എപ്പോഴും ഒരു സ്റ്റീരിയോടൈപ്പിക് മൈൻഡ് ആകാരം നമുക്ക് ഉണ്ടാകുക. പിന്നെ എന്താണ് ഇതിനൊരു വലിയ ക്ലിയർ ഒബ്സർവേഷനും സയന്റിഫിക്കും ഇതായിട്ടുള്ള ഇതൊന്നും ഉണ്ടാവില്ല. പാർഷ്യൽ നോളജ് ആകാരം ഇതിലുണ്ടാകുക. ഇനി എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? അടുത്ത എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? ഇത് കൊണ്ടുവന്നത് CW മിൽസ് അല്ലെങ്കിൽ ചാൾസ് മിൽസ് എന്ന് പറയുന്ന ഒരാളാണ്. 1900 സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നതാണ്. ഇതില് ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവാണ്, വ്യക്തിഗതമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. ഈ സാമൂഹിക പ്രശ്നങ്ങൾ ഡെപ്ത് ആയിട്ട് ഇതാകും. സോഷ്യൽ റിഫ്ലക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. എമ്പതി ആൻഡ് ഡെവലപ്മെന്റ് നെഗറ്റീവ് സോഷ്യൽ എമ്പതി. ഇദ്ദേഹം പറയുന്നത് ഒരു സാമൂഹിക പ്രശ്നം, ഒരു വ്യക്തിയുടെ പ്രശ്നം എന്താണ് സാമൂഹിക പ്രശ്നം സമൂഹമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അത് സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണ് ഒരു വ്യക്തിയെ ചിലപ്പോൾ സ്വാധീനിക്കാം എന്നുള്ളതാണ്. ഇപ്പോ കിരീടം എന്ന് പറയുന്ന സിനിമ മോഹൻലാലിന്റെ, അദ്ദേഹം അവിടെ ഒരു സമൂഹത്തിൽ ഏർപ്പെടുകയും അദ്ദേഹത്തിന്റെ വ്യക്തി ആ ഒരു ഇതിലേക്ക് തന്നെ മാറിയപ്പെടുക, അദ്ദേഹത്തിന്റെ സ്വഭാവം തന്നെ മാറുക. ഒരു പോലീസ് ഇതാക്കിയ ആള് പിന്നീട് എന്തായി മാറും? ഒരു ക്രിമിനലായി മാറുന്ന കാര്യം. അപ്പൊ അതാണ് സമൂഹവും ഒരു വ്യക്തിയും തമ്മിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവും, ക്ലോസ് ആയിട്ടുള്ളത്. അതാണ് CW മിൽസ് പറയുന്നത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ? വ്യവസായ വിപ്ലവം. കൃത്യമായിട്ടുള്ള മെഷീൻസും ഉപയോഗിച്ചിട്ട് വലിയ തോതിൽ ബ്രിട്ടനിൽ നടപ്പിലാക്കിയ ഒരു ഇതാണ്. 1980 മുതൽ 1850 വരെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ഇതാക്കിയത്. ഇത് പ്രൊഡക്ഷൻ വാസ് മെഷീനൈസ്ഡ്. പിന്നെന്താണ് ബെറ്റർ ടൂൾസ് ഉപയോഗിച്ചു, എനർജി ഉപയോഗിച്ച് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഇതാക്കി. അപ്പോ കോട്ടേജ് ഇൻഡസ്ട്രീസും എന്താണ് പ്രൊഡക്ഷൻ ഷിഫ്റ്റഡ് ഫ്രം ഫാക്ടറിയിലേക്ക് പ്രൊഡക്ഷൻ എന്ത് ചെയ്യപ്പെട്ടു, മാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇതിന്റെ മെറിറ്റ് എന്താണ്? റൈസ് ഓഫ് ഫാക്ടറികൾ വന്നു, ഇൻക്രീസ് പ്രൊഡക്ഷൻ ഇതായി, ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി, നഗരങ്ങൾ വന്നു, നഗര ജീവിതമാക്കി, നല്ല ജീവിത നിലവാരം കൊണ്ടുവന്നു. പക്ഷെ ഇതിന് ഡിമെറിറ്റ് എന്താ? എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബേഴ്സ്, പോവർട്ടി ആൻഡ് എപ്പിഡമിക്സ്, ഒരുപാട് രോഗങ്ങൾ വന്നു, ഒരുപാട് സമയം പണിയെടുക്കേണ്ടി വന്നു, റൈസ് ഓഫ് സ്ലം, ചേരികൾ രൂപീകരിച്ചു, അതുപോലെ തന്നെ ബിസി ആൻഡ് പൊല്യൂട്ടഡ് സിറ്റി, മിസറബിൾ ലൈഫ് ഓഫ് ലേബേഴ്സ് ഇൻ സിറ്റീസ്. ഇതൊക്കെ കാരണം ഫസ്റ്റ് വേൾഡ് വാർ, 1ാം ലോക മഹായുദ്ധം
ഒന്നാം ലോക മഹായുദ്ധം എങ്ങനെയാണ് ഇതായത് എന്നുള്ളത് 1914 വരെയാണ്. ന്യൂ ഇമ്പീരിയൽ പവർ എമർജ് കമ്പ്യൂട്ടർ ഓറഞ്ച് ഓൾഡർ വൺസ് ഫോർ ദ കൺട്രോൾ ഓവർ ടെറിട്ടറി എന്ത് ജർമ്മനി ആ കാലഘട്ടത്തിൽ ഒരു ശക്തമായിട്ടുള്ള ഇതാകുക. അതുപോലെ തന്നെ ഏഷ്യയിലും ആഫ്രിക്കയും എന്താണ് ബ്രിട്ടീഷുകാരെയും ഫ്രാൻസുകാരെയും തമ്മിലുള്ള ഒരു നിയന്ത്രണത്തിലായിരുന്നു. അപ്പോ ഫോർ ദ ജർമ്മനി എന്ത് ചെയ്യപ്പെട്ടു? ബെർലിൻ ബാഗ്ദാദ് റെയിൽവേ ലൈൻ എന്ത് ചെയ്യപ്പെട്ടു? റെയിൽവേ ലൈൻ സ്ഥാപിച്ചു. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് എക്സ്ട്രീം നാഷണലിസം, അഗ്രസീവ് നാഷണലിസമാണ്. ഒരുപാട് സംഘടനകൾ രൂപീകരിച്ചു. ഒന്ന് പാൻ ജർമ്മനിസം, പാൻ സ്ലേവിസം, അതുപോലെ തന്നെ റിവെഞ്ച് മൂവ്മെന്റ്, സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് മൂവ്മെന്റുകൾ ഈ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഖ്യ അലയൻസ് രൂപീകരിച്ചു എന്നുള്ളതാണ്. ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി. അത് ട്രിപ്പിൾ അലയൻസ് ആണ്. ട്രിപ്പിൾ എൻറ്റിറ്റിന് ബ്രിട്ടൻ, റഷ്യ, ഫ്രാൻസ് ഇവരാണ് എന്ത് ട്രിപ്പിൾ അലയൻസ്. ഇങ്ങനെ രണ്ട് കക്ഷികളായിട്ട്, രണ്ട് ചേരികളായിട്ട് അതിനൊരു ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ഉണ്ടായി. ഇതെന്താന്ന് വെച്ചാൽ ദ അസാസിനേഷൻ ഓഫ് ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡ്, ഒരു പ്രധാനപ്പെട്ട ഒരു രാജകുടുംബത്തിലെ ഒരു അംഗമായ ഫ്രാൻസിസ് ഫെർഡിനാൻഡ്, ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡ് അവിടുത്തെ ഒരു ഗാവർലിനോ പ്രിൻസപ്പ് എന്ന് പറയുന്ന ആള് വെടിവെച്ച് കൊന്നു. ഇതോട് കൂടിയിട്ട് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ ഓസ്ട്രിയ ഹംഗറി എന്താണ് സെർബിയക്കെതിരെ വാർ ഇതാക്കി. ദ അലയൻസ് റാപ്പിഡ്ലി ഡ്രൂ അതർ നാഷണൽ ഇൻ ടു കോൺഫ്ലിക്ട് ടേണിംഗ് ഇൻ ടു വേൾഡ് വാർ. ഇതാണ് വേൾഡ് വാർ. എന്താണ് ഇമ്മീഡിയറ്റ് എഫക്ട്? ഇത് എഴുതിയാൽ തന്നെ ഒരു ഇമ്പോർട്ടന്റ് മാർക്ക്. ഇമ്പോർട്ടന്റ് ഇത് ആ സഖ്യകക്ഷികളും ഒന്നാം ലോക മഹായുദ്ധത്തിൽ അതൊക്കെ എഴുതി വെക്കുക. എന്താണ് അതിന്റെ റീസണ്? ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വെടിവെച്ചോണ്ട് കൊന്നു. ആര്? നമ്മളെ ഗാവർലിനോ പ്രിൻസപ്പ്. അതോട് കൂടിയിട്ട് യുദ്ധം പുറപ്പെട്ടു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണമായി. ഇതിന്റെ അനന്തര ഫലങ്ങളും ചോദിക്കലുണ്ട്. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. മില്യൺസ് ഓഫ് പീപ്പിൾസ് ദാറ്റ്. കാർഷിക വ്യവസായ മേഖലയിൽ ഒരു യുദ്ധം ഉണ്ടായി. ഇപ്പൊ നമ്മൾ അനുഭവിക്കുകയാണ് അല്ലെ. എല്ലാ മേഖലയിലും ഗ്യാസ് ഇറക്കം കിട്ടാനില്ല. ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കുക. അതുപോലെ കാർഷിക മേഖലയും വ്യവസായ മേഖലയും തകർന്നുപോയി, തരിപ്പണമായി. യൂറോപ്യൻ ട്രഡീഷനിലെ തകർച്ചയായി. ഏഷ്യൻ ആഫ്രിക്കകളിൽ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യ പോലുള്ള ഗാന, സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തി പ്രാപിച്ചു എന്നുള്ളതാണ്. പിന്നെന്താണ്? ഈ സമാധാനത്തിന് വേണ്ടി ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ലോക സംഘടന രൂപീകരിച്ചു. ഇറ്റലി, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ വലിയ തോതിൽ എന്ത് ചെയ്യപ്പെട്ടു? രാജ്യത്തിന്റെ തലപ്പത്തിലേക്ക് എത്തിപ്പെട്ടു. ഇനി എന്താണ് ഫാസിസം, നാസിസം? ഇറ്റലിയിലും ജർമ്മനിയിലും ഉണ്ടായ രണ്ട് ഇതാണ്. ഫ എന്ന് പറയുന്നത് ഇറ്റലിയില് FI, ന എന്ന് പറയുന്നതോ NG, നാസിസം ജർമ്മനി. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കേട്ടോ, എപ്പോഴും മാറണം. ഫാസിസം ഇറ്റലിയിൽ കൊണ്ടുവന്നത് ആരാണ്? നമ്മളെ ബെനിറ്റോ മുസോളിനിയാണ്. ഇവരെന്താന്ന് വെച്ചാൽ 1922 അധികാരം സ്ഥാപിച്ചു. ഇവരുടെ പ്രധാനപ്പെട്ട ബ്ലാക്ക് ഷർട്ട്, എന്താണ്? കരിങ്കുപ്പായക്കാർ, ബ്ലാക്ക് ആണ് പേര്, ബ്ലാക്ക് ഷർട്ട്. ഇവരുടെ എന്താണ് മറ്റു പാർട്ടികളെ നിരോധിച്ചു. ഇവര് വിശ്വസിച്ചിരുന്നത് റോമൻ സിവിലൈസേഷനിലാണ്. ഇവരുടെ പ്യൂരിറ്റി, ഇവരുടെ പൂർവികന്മാരൊക്കെ റോമക്കാരാണ്, റോമൻ സിവിലൈസേഷനിലാണ് ഇവർ ഇതാക്കുന്നത്. ഇവർ ഫാസിസ്റ്റ് ഗവൺമെന്റ് എന്നല്ല, എല്ലാ ഗവൺമെന്റ്, എല്ലാ തൊഴിലാളികളെയും ഇവർ നിരോധിച്ചു. ശക്തമായിട്ട് ഇവരെ എതിർത്തതാണ്. ഇനി ജർമ്മനിയിലാണെങ്കിലോ നാസിസം. ആരാണ്? നമ്മളെ നാസിസം. അഡോൾഫ് ഹിറ്റ്ലർ ഇല്ലേ, പ്രമുഖ മീശൽ ഒരാളുണ്ട്, നമ്മളെ ഹിറ്റ്ലറിൻ്റെത്. പിന്നെ അദ്ദേഹം 1923 തവിട്ട് കുപ്പായക്കാർ, ബ്രൗൺ ഷർട്ടാണ് കേട്ടോ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറേ. കരിങ്കുപ്പായക്കാർ ആരാണ്? നമ്മളെ മുസോളിനിന്റെ ആള്. ബ്രൗൺ ഷർട്ടോ നമ്മളെ ജർമ്മനിന്റെ ആളാണ്. കമ്മ്യൂണിസ്റ്റുകാരാണ് ബരബറത്. അതുപോലെ തന്നെ ജൂതന്മാരെ ഇതാക്കിയാണ്ട് ഇദ്ദേഹം ജൂതന്മാരെ തെരഞ്ഞു പിടിച്ചതാകുന്നത്. ഇവർ വിശ്വസിച്ചിരുന്നത് റോമൻ അല്ല, ഇവർ വിശ്വസിക്കുന്നത് ആര്യൻ പ്യൂരിറ്റിയാണ്. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്ന ആര്യന്മാരില്ല, അവർ ജർമ്മനിക്കാരാണെന്നുള്ള ഒരു തിയറി വേറെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവര് ആര്യൻ വിശുദ്ധിയിലാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. ഗസ്റ്റപ്പോ, ഇവരുടെ രഹസ്യ പോലീസിന്റെ പേരെന്താണ്? ഹിറ്റ്ലറിന്റെ. ഒരു സ്വേച്ഛാധിപത്യ ഭരണാധികാരിയാണ് ഹിറ്റ്ലർ. അവസാനം അദ്ദേഹം എന്ത് ചെയ്യപ്പെടാണ്? ആത്മഹത്യ ചെയ്യപ്പെടാണ്. ഇദ്ദേഹം ഒരു ജൂതന്മാരൊക്കെ ഒരു മുറിയിൽ അടച്ചിട്ടിട്ട് ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന ഇതിലൊക്കെ ഒരു ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു അത് നമ്മളെ അഡോൾഫ് ഹിറ്റ്ലറും പിന്നെ നമ്മളെ ബെനിറ്റോ മുസോളിനി. രണ്ടും കമ്പയർ ചെയ്തൊന്ന് പഠിക്കുക. ഈ ടേബിൾ തന്നെ പഠിച്ചാൽ മതി. ഇംഗ്ലീഷുകാർ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ. ഇനി എന്താണ് രണ്ടാം ലോക മഹായുദ്ധം? രണ്ടാം ലോക മഹായുദ്ധം എന്തെന്ന് വെച്ചാൽ വേഴ്സായ് ഉടമ്പടിയാണ്. ഉടമ്പടിയിലുള്ള ഒരു പ്രശ്നമാണ് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ഇതാക്കുന്നത്. ഈ ഉടമ്പടി പ്രകാരം ജർമ്മനിക്ക് എന്ത് ചെയ്യപ്പെട്ടു? കുറെ സ്ഥലങ്ങള്
നഷ്ടപ്പെട്ടു പോയി. ഇതിന്റെ പ്രധാനപ്പെട്ട ഇതിലെന്താ വെച്ചാല് ഈ ലീഗ് ഓഫ് നേഷൻ ഒരു വലിയ പരാജയം, വലിയൊരു തോൽവിയാണ്. ഇവർ തമ്മിൽ രാജ്യങ്ങൾ തമ്മിലുള്ള പെട്ടെന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ഇവർ പരിഹരിച്ചില്ല. വെറുതെ ഒരു സംഘടന അതോട് കൂടിയിട്ട് ജർമ്മനിയുടെയും ജപ്പാന്റെയും ഇറ്റലിയുടെയും ആക്രമണ പരമ്പരകൾക്കെതിരെ നടപടിയെടുക്കുന്നത്. ജപ്പാൻ ആ കാലഘട്ടത്തിൽ അമേരിക്കയൊക്കെ ആക്രമിച്ചു, പോൾ ഹാർബർ, അതുപോലെ കുറെ രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കി, ആക്രമണം നടക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുക. അങ്ങനെ ആകെ രാജ്യം ഒരു അരക്ഷിതാവസ്ഥയിലായി. 1939 ഇതാക്കി. അപ്പൊ നമുക്കറിയാം ആ കാലഘട്ടത്തിലൊന്നും ഇപ്പോ 2 വട്ടമാണ് വേൾഡ് കപ്പ് മാറ്റി വെച്ചിട്ടുള്ളത്, ഫുട്ബോൾ വേൾഡ് കപ്പ്. ഒന്ന് 38-ലും 42-ലും. അതിന്റെ മെയിൻ റീസൺ ഈ സാധനമാണ്. കണ്ടോ, ഫുട്ബോൾ വേൾഡ് കപ്പ് ഈ ഒരു സമയത്ത് മാത്രമേ ഇതാക്കിയിട്ടുള്ളൂ. കാരണം യുദ്ധമാണ്, എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണ് ചെയ്തത്. ഇതിന്റെ പെട്ടെന്നുള്ള കാരണം 1931 ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുകയാണ് ചെയ്തത്. ഇതിന്റെ അനന്തരഫലങ്ങളും ഒക്കെ ഇത് തന്നെയാണ്. യൂറോപ്പിലെ ഒരുപാട് ഭക്ഷ്യത ഉണ്ടാക്കി ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ എന്താണ് കോളനി വൽക്കരണ സാമ്രാജ്യത്വത്തിനെതിരെ തിരിച്ചടിയേറ്റത് ഇവിടെ രൂപീകരിച്ചൊരു സംഘടനയാണ് ഇന്നും നിലനിൽക്കുന്ന ഐക്യരാഷ്ട്ര സംഘടന UNO. എന്താണ് UNO എന്നാണ്. അങ്ങനെ ഇവരെ ഞാൻ നേരത്തെ പറഞ്ഞു 2 കക്ഷികളായിട്ട് ലോകത്തിൽ, ഒന്ന് USA കീഴിലുള്ള ഒരു രാജ്യവും പിന്നെ ആരാണ് USSR കീഴിലുള്ള ഒരു രാജ്യം. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ച് അങ്ങനെ 2ആയിട്ട് ലോകം തിരിയുകയാണ് ചെയ്തത്. ഇത്രയാണ് 2ാം ലോക മഹായുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ. ഇനി എന്താണ് പബ്ലിക് ഒപ്പീനിയൻ? പബ്ലിക് ഒപ്പീനിയന്റെ ഇതെന്താണ്? വ്യത്യസ്ത അഭിപ്രായങ്ങളെ പ്രതിഫലിക്കുന്നു, ഒരു വിഷയത്തിന്മേലുള്ള പൊതുസമ്മതം ഉണ്ടാകുന്നു. പിന്നെന്താണ്? പുതിയ അറിവുകൾക്ക് തന്നെ പൊതുജനാഭിപ്രായം മാറാവുന്നതുണ്ട്. ചിലപ്പോ പുതിയ ടെക്നോളജി ഇതൊക്കെ വരുമ്പോൾ നമ്മളെ പബ്ലിക് ഒപ്പീനിയൻ മാറും. പിന്നെ എന്താണ്? സാംസ്കാരിക എല്ലായ്പ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളും മാത്രം, സാമൂഹിക സാമ്പത്തിക എല്ലാ വിഷയങ്ങളിലും പൊതുജനാഭിപ്രായം രൂപപ്പെടാറുണ്ട്. രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇടപെടുക. പിന്നെ ഒരു നിശ്ചിത ഭൂപ്രദേശം എന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും അഭിപ്രായം പറയാം, നമുക്ക് ഏത് രാജ്യത്തിനാണെങ്കിലും അഭിപ്രായം പറയാം. അതാണ്, അതിനൊരു ഭൂപ്രദേശം ഒന്നും നിശ്ചയിച്ചിട്ടില്ല. പൊതുവെ ജനാധിപത്യത്തിൽ അതാണ് കമ്മ്യൂണിക്കേഷൻ, ഡെമോക്രാറ്റിക് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യാണ്, അതിന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ജനാധിപത്യപരമായ ആശയവിനിമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏജൻസി പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഏജൻസീസ് ഓഫ് ദി ഒന്നേതാണ്? കുടുംബമാണ് ഒരു പബ്ലിക് ഒപ്പീനിയൻ. ഒന്ന് എഡ്യൂക്കേഷൻ, നിങ്ങളെ വിദ്യാഭ്യാസം, നിങ്ങളെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അല്ലെ. പിയർ ഗ്രൂപ്പ്, സമപ്രായക്കാരുടെ ഗ്രൂപ്പ്. മീഡിയ, മാധ്യമങ്ങൾ, ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ, സോഷ്യൽ മീഡിയ, പൊളിറ്റിക്കൽ പാർട്ടി, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻ, ഒപ്പീനിയൻ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, റേഡിയോ, ഇതൊക്കെ മീഡിയ, മാധ്യമങ്ങൾ. സോഷ്യൽ മീഡിയ, സമൂഹ മാധ്യമം. ഇപ്പൊ എല്ലാ അഭിപ്രായങ്ങളും നമുക്ക് ആർക്കും ആണെങ്കിലും നമ്മുടെ അഭിപ്രായങ്ങൾ പറയല്ലേ. അപ്പൊ അങ്ങനത്തെ അഭിപ്രായങ്ങൾ പറയുക. ആ ഏജൻസികൾ ഏതൊക്കെയാണ്? നമ്മളെ ഇത്തരത്തിലുള്ള ഏജൻസികൾ. ഇതിന്റെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഫാമിലിയിൽ എങ്ങനെയാണ് നമ്മൾ ഇതാക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ സമകാലികമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിൽ, ഫേസ്ബുക്കിലൂടെ. ഒരു ഇലക്ഷൻ സമയം കൂടിയാണ് ഇപ്പൊ ഈ കടന്നു പോകുന്നത്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ, ആര് ഭരിക്കണം, ആര് ഇതാക്കണം, എല്ലാ അഭിപ്രായങ്ങളും സോഷ്യൽ റിഫോംസിലാണ്. അത് ഒപ്പീനിയൻ പോൾസുകൾ ഉണ്ട്. എല്ലാം നമ്മൾ ഏജൻസികൾ പബ്ലിക് ഒപ്പീനിയനിൽ ഇതാകും. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വാർത്താ മാധ്യമങ്ങൾ ഇതാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവർക്കും അഭിപ്രായം പറയാം. ആ ഡിഫറെന്റ് ഏജൻസികൾ ഏതൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് പബ്ലിക് ഒപ്പീനിയന്റെ ഫാക്ടേഴ്സ്? ഏതൊക്കെയാണ് ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നം? ഇല്ലിറ്ററസി, ഡിജിറ്റൽ ഡിവൈഡ്, പോവേർട്ടി, ഡിജിറ്റൽ അൺഹെൽത്തി പൊളിറ്റിക്കൽ ആക്ടിവിറ്റി, രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാവും, എലക്ഷൻ പ്രാക്ടീസ്, അതുപോലെ തന്നെ കറപ്ഷൻ, അഴിമതി, പ്രാദേശികവാദം. റീജിയണലിസം എന്ന് പറഞ്ഞാൽ പ്രാദേശികവാദം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒപ്പീനിയൻ ഫാക്ടേഴ്സിന്റെ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്, പൊതുജനാഭിപ്രായത്തെ ഇതാക്കുന്നത്. ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ക്ലാസ്. ഓക്കെ, നിങ്ങൾ ഏതായാലും നിങ്ങളുടെ പരിശ്രമം ജൂൺ മുതൽ നിങ്ങൾ തുടങ്ങിയ പരിശ്രമം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 80 മാർക്കിന്റെ സോഷ്യൽ സയൻസ് എക്സാം എല്ലാവരും നല്ല രീതിയിൽ എഴുതുക. ക്വസ്റ്റ്യൻ നല്ലവണ്ണം വായിക്കുക, തറോ ആയിട്ട് വായിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എല്ലാവർക്കും പരീക്ഷയിലേക്ക് ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. നല്ലവണ്ണം പരീക്ഷ എഴുതുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. വൈൻഡപ്പിംഗ് അവർ ക്ലാസ്. ഓക്കെ.